So first question നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് what is water conservation why is water conservation an urgent situation in India, elaborate with suitable examples എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വാട്ടർ കൺസർവേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്നത് ഇന്ത്യയിൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം, എന്നിട്ട് ആൻസർ രൂപത്തിൽ ഞാൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ വാട്ടർ കൺസർവേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ കൺസർവേഷനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ്, ഇപ്പോൾ റീസെന്റ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയധികം ഡിസ്കഷൻസ് റീസെന്റ് ന്യൂസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് നീതി ആയോഗാണ്. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടന്റും ആണ്. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള കേസസിലെ അവർ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നീതി ആയോഗ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 600 മില്യൺ ഇന്ത്യൻസ് എക്സ്ട്രീം വാട്ടർ സ്ട്രെസ് നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. 600 മില്യൺ ഇന്ത്യൻസ്, അതായത് 75% ഹൗസ് ഹോൾഡ്സ് വീടുകളിൽ ഡ്രിങ്കിങ് വാട്ടർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ 75% ഹൗസ് ഹോൾഡിലും ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. അതേപോലെ തന്നെ ഈ റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രെസ് അനുഭവപ്പെടുന്നത്. കാരണം ഈ ടാപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഫെസിലിറ്റീസ് റൂറൽ ഇന്ത്യയിൽ കാണാൻ വളരെ കുറവാണ്. ഇപ്പോൾ കേരളം പോലെയല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിൽ ഇപ്പോൾ വെൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ട്രീംസ് ഉണ്ടാവും, ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും വീടുകളിലേക്ക് വെള്ളം എത്തുന്ന ഒരു സംവിധാനമാണ് ഈ ടാപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. ഈ ടാപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി 81% റൂറൽ ഹൗസ് ഹോൾഡിലും ഇതുവരെ ഈ കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്. നമുക്ക് വീട്ടിൽ വെള്ളം വരുന്നത് പോലെ റൂറൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ വെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിലും ആൾക്കാർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഈ വെള്ളം എവിടെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ അന്വേഷിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. സോ ദേ ഡോണ്ട് ഹാവ് ആക്സസ് ടു ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് നീതി ആയോഗ് ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 600 മില്യൺ ഇന്ത്യൻസിന് വാട്ടർ സ്ട്രെസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 75% ഹൗസ് ഹോൾഡിലും ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അതേപോലെ 81% റൂറൽ ഇന്ത്യയിലകത്തും ടാപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ കണക്ഷൻ ഇല്ല. ഇതാണ് ഇന്ത്യയിലെ പച്ചയായിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടറിലാണ്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും വെള്ളം എടുക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും. അഗ്രികൾച്ചറിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിനാണെന്നുണ്ടെങ്കിലും ഈവൻ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വരെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഈ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഒരു വലിയ മേജർ ഇഷ്യൂ ആണ്. ഇതേപോലെ നമ്മൾ ഈ വാട്ടർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടിയാണ്. ഇപ്പൊ എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ വാട്ടറും ഒരു എക്സ്പോർട്ട് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇന്ത്യ വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ് ഡ്രിങ്കിങ് വാട്ടറിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷൻ ഒക്കെ കാരണം ഇന്ത്യയിൽ ഡ്രിങ്കിങ് വാട്ടർ ഒരു മേജർ ഇഷ്യൂ ആണ്. അപ്പൊ ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള വെള്ളം കൺസർവ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചാലഞ്ചാണ്. അപ്പൊ വാട്ടർ കൺസർവേഷൻ ഒരു കറണ്ട് ഇഷ്യൂ ആണെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ റിലവന്റ് ഇഷ്യൂ ആണെന്ന് കാണിക്കാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലെ? കാരണം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ ഒരു വലിയ വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇറിഗേഷൻ, ഈ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഇറിഗേഷന് വെള്ളം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ ആണെന്ന്. ഈ നമ്മൾ വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ നിന്നും എടുക്കുന്ന വെള്ളത്തിന്റെ 60% പോകുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് വാട്ടറിന് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് റൂറൽ ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ റൂറൽ ഏരിയയിലെ 85% റൂറൽ ഏരിയയിലെ ആവശ്യങ്ങൾ നടക്കുന്നത് ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടറിൽ കാര്യമായിട്ട് ഈ പറയുന്ന കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഡിഗ്രീസ് ആയിട്ടുണ്ട്. അതായത് 61%
കിണറുകളും അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസും ഒരുമാതിരിപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ബോഡിയാണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അല്ലെങ്കിൽ CGWB എന്ന് പറയും. അപ്പൊ ഈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷനെ കുറിച്ച് മോണിറ്റർ ചെയ്യുന്നതും അതിനുവേണ്ട ലെജിസ്ലേഷൻസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ ഈ കാണുന്ന വെല്ലാണെങ്കിലും ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്ന സ്ഥലങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നതും അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഓർഗനൈസേഷൻ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് എടുക്കുന്ന വെള്ളവും പോകുന്നത് ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളം യൂട്ടിലൈസ് ചെയ്യല്ല, ഓവർ പമ്പിങ്ങും നടക്കുന്നുണ്ട്. ഓവർ പമ്പിങ് നടന്നിട്ട് ഈ വെള്ളം കെട്ടിക്കിടന്ന് പിന്നെ അത് മറ്റേ ഈ സലൈനിറ്റി ഉപ്പ് വന്ന് മുകളിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു സോയിലിന്റെയും കംപ്ലീറ്റ് ടെക്സ്ചർ മാറി ആ കംപ്ലീറ്റ് ആ ഒരു പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ഡിപ്ലീഷൻ വഴി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മറ്റൊരു മെഷറാണ് നാഷണൽ വാട്ടർ പോളിസി. നാഷണൽ വാട്ടർ പോളിസി ഓഫ് 2012 എന്ന് പറയും. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടറിനെ കറക്റ്റ് ആയിട്ട് ഓരോരോ വർഷങ്ങളും കറക്റ്റ് ആയിട്ട് ഇവർ അസസ് ചെയ്തുകൊണ്ടിരിക്കും, സോ ദാറ്റ് ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ. ഇപ്പൊ ഏതൊക്കെയാണോ അത്രയും ത്രെട്ട് നേരിടുന്ന വാട്ടർ ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് എല്ലാ വർഷവും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് നാഷണൽ വാട്ടർ പോളിസി 2012. അപ്പോൾ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡാണ്. അതേപോലെ തന്നെ ഇതിന് വേണ്ട വന്ന ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർ പോളിസി 2012 ആണ്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ടർ കൺസർവേഷൻ എന്തുകൊണ്ടാണ് ഒരു അർജന്റ് സിറ്റുവേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ആവശ്യത്തിനുള്ള ഡാറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഈ കൺസർവേഷൻ ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം 600 മില്യൺ ജനങ്ങളും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ 75% ഹൗസ് ഹോൾഡിലും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഇല്ല. 81% റൂറൽ ഹൗസ് ഹോൾഡിലും ഈ പറയുന്ന ടാപ്പ് വാട്ടർ കണക്ഷൻ ഇല്ല. ഇന്ത്യ 3rd ലാർജസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ എക്സ്പോർട്ടർ ആണ്. അതേപോലെ തന്നെ 70% ഓഫ് ഇന്ത്യസ് ഡ്രിങ്കിങ് വാട്ടർ ഇസ് കണ്ടാമിനേറ്റഡ്. 70% വെള്ളവും പൊല്യൂട്ടഡ് ആണ്, കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരിലെ കേസ് നോക്കുക, ബാംഗ്ലൂരിൽ 30ഓളം ലേക്സ് ഉണ്ടായിരുന്നു ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫ്രഷ് വാട്ടർ ലേക്സ് 30ഓളം ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ച് ഇപ്പോൾ ഒരു ലേക്ക് എങ്ങാണ്ടാണ് എൻറ്റയർ ബാംഗ്ലൂർ സിറ്റിക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ബാക്കി അത്രയും കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഈ കൺസർവേഷൻ ഒരു അർജന്റ് നീഡായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം ഇതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ് ചെയ്യുന്നത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് നാഷണൽ വാട്ടർ പോളിസി ഓഫ് 2012 എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതാക്കി എഴുതാൻ പറ്റുന്ന ഒരു രീതിയിൽ. വാട്ടർ കൺസർവേഷൻ ഇത് ന്യൂസിലുള്ള ടോപ്പിക്കാണ്, വാട്ടർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. സ്റ്റാറ്റിക്കിലും ഉണ്ട്, അതേപോലെ തന്നെ ന്യൂസിലും ഒരുപോലെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അത് നമ്മൾ കുറെ വലിച്ചു വാരി പഠിക്കുന്നതിനെക്കാട്ടിലും ടാർഗറ്റഡ് ആയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഓഷൻ ഡിയോക്സിജനേഷനെ കുറിച്ചാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. വാട്ട് ഈസ് ഓഷൻ ഡിയോക്സിജനേഷൻ? വാട്ട് ആർ ദ മെയിൻ കോസസ് ബിഹൈൻഡ് ഇറ്റ്? ഓൾസോ മെൻഷൻ ദ ഇമ്പാക്ട് ഓഫ് ഓഷൻ ഡിയോക്സിജനേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ 3 ഭാഗങ്ങളുണ്ട്. ഞാനിപ്പോ 3 ഭാഗങ്ങളാക്കി എഴുതിയതാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഓഷൻ ഡിയോക്സിജനേഷൻ എന്താണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് വേണ്ടത് ഡെഫിനേഷൻ ആണ്, നമ്മുടെ ഭാഷയിൽ എഴുതാൻ മതി. രണ്ടാമത്തെ കാര്യം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിന്റെ കോസസ് ആണ് രണ്ടാമത്തെ ഭാഗം ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം ചോദിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ 3 ഭാഗങ്ങൾ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ
ആ ക്വസ്റ്റ്യൻ എത്ര ഭാഗങ്ങൾ ഉണ്ട് നോക്കാം. മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കുന്ന ചെറിയ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സെന്റൻസിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു ഒരു എന്താ പറയാ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 3 പാരഗ്രാഫ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ആ ക്വസ്റ്റ്യനകത്ത് 2 or 3 ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓരോ ഭാഗവും മനസ്സിലാക്കി ഓരോ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അതിനാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നത്. അപ്പൊ ഇതിനകത്ത് 3 ഭാഗങ്ങളാണ്. ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്, അത് കാരണം എന്തൊക്കെ സംഭവിക്കും, അങ്ങനെ 3 ഭാഗങ്ങളാണ്. അപ്പൊ ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്താണെന്ന് ആദ്യം പറയാം. മറ്റൊന്നുമല്ല, ഓഷ്യൻസിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു വരിക. ഓഷ്യൻസിൽ ഇത്ര ഒരു 10 ppm, അതായത് 10 പാർട്സ് പെർ മില്യണോളം ഓക്സിജൻ വേണം എന്നാണ് ഓഷ്യനിലെ ഒരു കണക്ക്. എന്നാലേ ഓഷ്യനിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഒരുപാട് പ്രോസസ്സുകൾ നടക്കാനുണ്ട് ഓഷ്യനിൽ, അല്ലെ? ഇപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഓക്സിജൻ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഓക്സിജന്റെ അളവ് ഓഷ്യനിൽ കുറഞ്ഞു വരുന്നതിനാണ് ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഞാൻ UNFCCC കാര്യം പറഞ്ഞല്ലോ, UNFCCC നമ്മൾ പഠിച്ചതാണ്. അപ്പൊ UNFCCCയുടെ ഇപ്രാവശ്യത്തെ COP നടന്നത് എവിടെ വെച്ചാൽ മാഡ്രിഡിലാണ് നടന്നത്. അപ്പൊ 25ാമത്തെ COP ആയിരുന്നു. അപ്പൊ ആ ഒരു COP നടന്നപ്പോ ഇത് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു UNFCCCയിൽ. ആ റിപ്പോർട്ട് ഓഷ്യൻ ഡിയോക്സിജനേഷനെ കുറിച്ചിട്ടായിരുന്നു. കാരണം ഈ ഓഷ്യൻ ഡിയോക്സിജനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് ഓഷ്യനെ മാത്രമല്ല ലാൻഡിനെ കൂടെ ബാധിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് ഓഷ്യൻസിലാണ്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അങ്ങനെയുള്ള മറ്റേ ഓഷ്യാനിക് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഓക്സിജൻ ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ മൊത്തം ആ ഒരു എക്കോസിസ്റ്റം ഇംബാലൻസ് വരും. അത് അതേപോലെ തന്നെ നമ്മുടെ ലാൻഡിനെയും ബാധിക്കും. ഓക്കെ, രണ്ടും കോണ്ടംപററി ആണല്ലോ, അപ്പൊ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകണം. അപ്പൊ ഓഷ്യൻ ഡിയോക്സിജനേഷൻ ഇപ്രാവശ്യത്തെ UNFCCCയുടെ COP 25ാമത്തേല് ഭയങ്കര ഒരു വലിയ വിഷയമായിരുന്നു. അതിന്റെ പേരിൽ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു. സോ ഇറ്റ് വാസ് എ ന്യൂസ്. ഓക്കെ, അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. ഓഷ്യനിലെ ഓക്സിജന്റെ ലെവൽ കുറയും, അതാണ് ഓഷ്യൻ ഡിയോക്സിജനേഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓക്സിജൻ എങ്ങനെയാണ് ഓഷ്യനിലേക്ക് വരുന്നത് എന്ന് നോക്കാം. എങ്ങനെയൊക്കെ ആയിരിക്കും ഓഷ്യനിലേക്ക് ഓക്സിജൻ വരുന്നത്? ഒന്ന്, ഫോട്ടോസിന്തസിസ് വഴി. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്ലാന്റ്സ്, ഓഷ്യനിലെ ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡും സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ഓക്സിജൻ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഓക്സിജൻ ഈ പറയുന്ന ഓഷ്യനിലേക്ക് എക്സ്പോസ്ഡ് ആവും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഡിസോൾവ് ആയി അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളത്തിലേക്ക് ഈ ഓക്സിജൻ എന്തായാലും ഓഷ്യന്റെ ഇന്റർഫേസിൽ ഉണ്ടായിരിക്കും, അല്ലെ? ഓഷ്യന്റെ തൊട്ട് മുകളിൽ. അപ്പൊ ഈ ഇന്റർഫേസിലുള്ള ഓക്സിജൻ വന്നിട്ട് ഓഷ്യനിൽ അലിഞ്ഞു ചേരുന്നതാണ് ഒരു രീതി. മറ്റേ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വഴി റിലീസ് ചെയ്യുന്ന ഓക്സിജൻ. ഈ രണ്ട് രീതിയിലാണ് ഓക്സിജൻ കടലിൽ വരുന്നത്. ഇനി കടലിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ആവാനും രണ്ട് രീതികളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് റെസ്പിറേഷൻ ആണ്, അല്ലെ? അവിടെയുള്ള ഓർഗാനിസംസ് റെസ്പയർ ചെയ്യുമ്പോൾ ആ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ ഇവർ എന്ത് ചെയ്യും? ശ്വസിക്കാൻ വേണ്ടി എടുക്കും. അപ്പൊ ഇവര് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോഴും ഓക്സിജൻ, അതിന് മാത്രം ഓക്സിജൻ വരുന്നില്ല, എന്നാൽ അതിനനുസരിച്ച് ഓക്സിജൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു വരും. രണ്ടാമത്തെ കാര്യം, ഈ സർഫസിൽ നിന്ന് അലിഞ്ഞു ചേരുക മാത്രമല്ല, സർഫസിൽ നിന്നും ഓക്സിജൻ റിലീസായി പോവുകയും ചെയ്യും. അപ്പൊ ഈ ഓഷ്യൻ എന്താ പറയാ, ഓഷ്യന്റെ സർഫസിൽ രണ്ട് രീതിയിലും നടക്കാം. ഇൻഗ്യാസിങ്ങും നടക്കാം, ഔട്ട് ഗ്യാസിങ്ങും നടക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഓഷ്യനിലേക്ക് ഓക്സിജൻ വരുന്നതും പോകുന്നതും. ഒരു കാര്യം മനസ്സിലാക്കുക, ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ ജനറേറ്റ് ആവുന്നു, അതേപോലെ റെസ്പിറേഷനിലൂടെ ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആവുന്നു. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസ് കാര്യമായിട്ട് നടക്കുന്നുമില്ല, എന്നാൽ അതിനനുസരിച്ച് റെസ്പിറേഷൻ കൂടുതലുമാണെങ്കിൽ ഈ പറയുന്ന ഓഷ്യൻ ഡിയോക്സിജനേഷൻ നടക്കും. അപ്പൊ ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്ന് പറയുമ്പോൾ വലിയ ടേം ഒന്നും അല്ല, ജസ്റ്റ് റിലേറ്റ് ചെയ്താൽ മതി. എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. അപ്പോ ഇനി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഓക്സിജൻ കമ്മി ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, വെള്ളത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെള്ളം എന്താ പറയാ, അനോക്സിക് വാട്ടർ ആയി മാറും. അനോക്സിക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത വെള്ളം എന്നാണ് പറയുന്നത്, അനോക്സിക് വാട്ടർ. അപ്പൊ ഈ അനോക്സിക് വാട്ടറിനകത്ത് ലൈഫ് ഉണ്ടാവില്ല, ലൈഫ് നശിച്ചു പോകും അനോക്സിക് വാട്ടറിൽ. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത് ഡെഡ് സോൺ ആയിട്ട് മാറും.
ഓക്കെ. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് അനോക്സിക് വാട്ടർ ആവും. അനോക്സിക് വാട്ടർ ആയി കഴിഞ്ഞാൽ അത് ഡെഡ് സോൺ ആയി മാറും. ഓക്കെ, അതൊരു ഭയങ്കര ഒരു വലിയ ഇമ്പാക്റ്റ് ആണ്. ഇനി പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് ഇപ്പൊ ചർച്ച ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനോക്സിക് വാട്ടർ ആദ്യം മുതലേ ഉണ്ട്. ഓരോ പോക്കറ്റ്സിലൊക്കെ ആയിട്ട് ഓക്സിജൻ ഇല്ലാത്ത ഏരിയാസ് പണ്ടേ ഓഷനിലുണ്ട്. പക്ഷേ ആ അനോക്സിക് വാട്ടേഴ്സിന്റെ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇരട്ടിയായി. ഈ ഒരു 2019 ആയപ്പോഴേക്കും 4 ഇരട്ടി വർദ്ധിച്ചു ഇതിന്റെ ഈ ഒരു ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ ഉള്ള വാട്ടേഴ്സിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനിയും ഇത് കൂടി വരികയുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോഴെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്താലേ ഇതിന്റെ ഒരു എമൗണ്ട് കുറച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഓക്സിജൻ ഈ ഡിപ്ലീഷൻ വാട്ടേഴ്സിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാൾട്ടിക് നേഷൻസ് ഒക്കെ ഇല്ലേ യൂറോപ്പില്, ബാൾട്ടിക് സീ, അതുപോലെ ബ്ലാക്ക് സീ, ഈ രണ്ട് മറ്റേ മാർജിനൽ സീസിനകത്തും വളരെ ഓക്സിജൻ കണ്ടന്റ് കുറവാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോ ഇതൊക്കെ ഒരു വലിയ കൺസേൺ ആണ്. കാരണം അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അതിന്റെ ചുറ്റും എന്താ പറയാ ഇൻഹാബിറ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പൊ എങ്ങനെയായാലും വാട്ടറിനെ എഫക്ട് ചെയ്താൽ ലാൻഡിനെയും അത് എങ്ങനെയെങ്കിലും എഫക്ട് ചെയ്യും. അപ്പൊ അത് കാരണം എന്താ പറയാ ഇത് ഈ രണ്ട് സീനും എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് അവരിത് ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഓഷ്യൻ ഡിയോക്സിജനേഷൻ നടക്കാനുള്ള രണ്ട് മേജർ കാര്യങ്ങളിൽ ഒരെണ്ണം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഗ്ലോബൽ വാർമിംഗ് നടക്കുമ്പോൾ എന്തുണ്ടാവും, വെള്ളം ചൂടാവും. ഈ ചൂട് വെള്ളത്തില് അല്ലെങ്കിൽ ഈ കുറച്ച് വാം ആയിട്ടുള്ള വെള്ളത്തിൽ ഓക്സിജന് അധികം ക്യാരി ചെയ്യാൻ പറ്റില്ല. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് വാട്ടർ ഇസ് വെരി ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഗ്ലോബൽ വാർമിംഗ് നടക്കുമ്പോൾ സീ സർഫസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓഷ്യൻ വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടും. അപ്പൊ അവർക്ക് ഓക്സിജൻ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ ഈ ഓക്സിജനേറ്റഡ് വാട്ടറിന്റെ ആ മിക്സിങ് കുറയും. അങ്ങനെ എന്ത് സംഭവിക്കും, മൊത്തം ആ ഒരു വാട്ടർ ബോഡിയുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഈ നമുക്കിപ്പോ കാറ്റടിക്കുന്നതാണെങ്കിലും ഓഷ്യൻ കറന്റ് വരികയാണെന്നുണ്ടെങ്കിലും മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ സീ സർഫസ് ടെമ്പറേച്ചറിന് ഒരു വലിയ റോളുണ്ട് അല്ലെ. ഇപ്പോ സീ സർഫസ് ബംഗാളില് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, ബേ ഓഫ് ബംഗാളിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് അവിടെ ഒരു ന്യൂനമർദ്ദം വരുന്നത്, ലോ ഡിപ്രഷൻ വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, സൈക്ലോൺ വരും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊക്കെ ഈ പറയുന്ന ടെമ്പറേച്ചറിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ അതൊരു വലിയ ഫാക്ടറാണ്. അത് കാരണം ഈ പറയുന്ന വിൻഡ് പാറ്റേണിനെ ഇതിന് മാറ്റാൻ പറ്റും, ഓഷ്യൻ കറൻസിന്റെ പാറ്റേണിനെ മാറ്റാൻ പറ്റും. അപ്പോ ഈ ഒരു ഡിയോക്സിജനേഷനിലേക്ക് എത്തുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ കൂടെ സംഭവിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ഈ മീഥെയിൻ ഗ്യാസ് ഒരുപാട് ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ഓഷ്യൻസിൽ. അപ്പോ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ ഈ മീഥെയിൻ ഗ്യാസ് എല്ലാം റിലീസ് ആവും. ഇതിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീഥെയിൻ ഗ്യാസ് ഒക്കെ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് വീണ്ടും റിലീസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും ഗ്ലോബൽ വാർമിംഗ് വരും. അപ്പൊ വീണ്ടും വെള്ളം ചൂടാവും. അപ്പൊ വീണ്ടും ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷൻ വരും അല്ലെ. അപ്പോ ഇതിങ്ങനെ ഫെർദർ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിനെ റെജുവിനേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പോ ക്ലൈമറ്റ് ചേഞ്ച് കാരണം 3 രീതിയിൽ സംഭവിക്കാം. ഒന്ന്, ഓഷ്യൻ വാട്ടർ വാം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആവാം. പിന്നെ ഇത് ഓഷ്യൻ കറൻസിനെയും വിൻഡ് പാറ്റേണിനെയും ബാധിക്കും. അറ്റ് ദ സെയിം ടൈം മീഥെയിൻ ഗ്യാസിനെ എസ്കേപ്പ് ചെയ്യാനും സഹായിക്കും. ഇപ്പൊ 3 പ്രശ്നങ്ങളാണ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാവുന്നത്, വിച്ച് ഇസ് ഡയറക്ട്ലി ലീഡിങ് ടു ഓഷ്യൻ ഡിയോക്സിജനേഷൻ. മാഡം, ഈ മീഥെയിൻ ഗ്യാസ് എങ്ങനെയാണ് ഓഷ്യൻ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യാന്നല്ല, മീഥെയിൻ ഗ്യാസ് ഹൈഡ്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഹൈഡ്രേറ്റ് ഫോമിൽ വെള്ളത്തിലുണ്ട്. ഓക്കെ, അപ്പോ ഈ കാർബണേറ്റ് ഫോമിൽ ഈ കാർബൺ വെള്ളത്തിൽ കിടക്കുന്ന അതേപോലെ തന്നെ മീഥെയിൻ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് മീഥെയിൻ ഇങ്ങനെ വെള്ളത്തിൽ ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ കുറവായി വെള്ള ചൂട് കൂടുമ്പോൾ ഈ ഹൈഡ്രേറ്റ്സ് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ഹൈഡ്രേറ്റ്സിൽ കുടുങ്ങി കിടക്കുന്ന മീഥെയിൻ ഗ്യാസ് റിലീസ് ആവും വെള്ളത്തിന് ചൂട് കൂടുമ്പോൾ. ഓക്കെ, ഈ മീഥെയിൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസും കൂടെയാണ്.
അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുമ്പോൾ വീണ്ടും ഗ്ലോബൽ വാർമിംഗ് കൂടുകയുള്ളൂ. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വെള്ളം ചൂടാവുക എന്നാണ് അതിന്റെ അർത്ഥം. വാട്ടർ ഹീറ്റ് ആവുമ്പോഴത്തേക്കും ഈ മീഥേൻ ഗ്യാസ് റിലീസ് ആവുന്നതാണ്. അതെ, ഓക്കെ 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 ശരി. മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പിന്നെയും പറയാം. ഓക്കെ, അപ്പോ ക്ലൈമറ്റ് ചേഞ്ച് ഡിയോക്സിജനേഷന് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണമാണ് ന്യൂട്രിയന്റ് പൊല്യൂഷൻ, അതായത് യൂട്രോഫിക്കേഷൻ നമ്മൾ പറയില്ലേ, അതാണ് മറ്റൊരു കാരണം. യൂട്രോഫിക്കേഷൻ നടക്കുമ്പോൾ, യൂട്രോഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഈ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വേസ്റ്റുകൾ ഒഴുകി വരും. അപ്പൊ ഈ വേസ്റ്റിനകത്തൊക്കെ ഒരുപാട് ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെള്ളത്തിൽ വന്ന് ചേരുമ്പോൾ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് നടക്കും. കൂടുതലായിട്ടുള്ള ന്യൂട്രിയന്റിന്റെ എന്താ പറയാ ഒരു അളവ് വരും വെള്ളത്തിനകത്ത്. അപ്പോ കൂടുതൽ ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കും. ന്യൂട്രിയൻസ് കൂടുമ്പോൾ ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കുമല്ലോ, ഡീകമ്പോസിഷൻ ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. അപ്പൊ ഈ ആക്ടിവിറ്റീസിനൊക്കെ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഓക്സിജൻ. അപ്പൊ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഓഷ്യനിലെ ബേസിക് ഫങ്ഷൻസ് നടക്കാൻ വേണ്ടി മാത്രമുള്ള ഓക്സിജന് ഡിസോൾവ് ആയിട്ട് കിടപ്പുള്ളൂ. പക്ഷെ ഇങ്ങനെ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് കാരണം കൂടുതൽ ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഈ ഉള്ള ഡിസോൾവ് ഓക്സിജൻ ഫുൾ ഇത് യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓക്സിജൻ എല്ലാം ഡിപ്ലീറ്റഡ് ആയിട്ട് ഇരിക്കും. ഇപ്പൊ കണ്ടിട്ടില്ലേ ഒരു വാട്ടർ ബോഡി, ഇപ്പൊ ഒരു ലേക്ക് എടുത്ത് നോക്കുക, ഈ ലേക്കിലേക്ക് സ്ഥിരമായിട്ട് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ഇങ്ങനെ വന്നിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ലേക്കിനകത്ത് ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് നടക്കും. അപ്പോ ഈ കൂടുതൽ ബയോളജിക്കൽ ആക്ടിവിറ്റി, അപ്പൊ കൂടുതൽ ഇങ്ങനെ ചെടികൾ വളർന്നു വരും. ചില ലേക്കൊക്കെ ഈ കുളവാഴ വന്നങ്ങ് നിറഞ്ഞു പോകും അല്ലെ. അപ്പോ ഇത് മാറ്റാൻ പറ്റില്ല, അത്രയ്ക്ക് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. ഈ കുളവാഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെയുള്ള ഈ ഒരു സർഫസിന്റെ താഴത്തേക്കുള്ള ലൈഫ് ഭയങ്കരമായിട്ട് എൻഡേഞ്ചർഡ് ആകും. കാരണം ഇവർക്ക് ഓക്സിജൻ ഇല്ല, അത്രയും പ്രൊഡക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ട് താഴെയുള്ള ആ ഒരു ആനിമൽ കിങ്ഡം കംപ്ലീറ്റ് നശിച്ചു പോകും, എക്കോസിസ്റ്റം കംപ്ലീറ്റ് നശിച്ചു പോകും. ഇവൻച്വലി ആ ലേക്ക് എന്താ പറയാ പാടം പോലെയാവും, പിന്നീട് അത് ലാൻഡ് പോലെയാവും, ആ ഒരു വെള്ളം കംപ്ലീറ്റ് നശിച്ചു പോകും അല്ലെ. അപ്പൊ സെയിം സിറ്റുവേഷൻ തന്നെ ഓഷ്യനിൽ സംഭവിക്കും. കാരണം കംപ്ലീറ്റ് ഡിപ്ലീറ്റഡ് ആവും എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഇങ്ങനെ ഓവറായിട്ട് ഈ പായലുകളും അതുപോലെയുള്ള ആൽഗേസ് ഒക്കെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാല് ഇവര് കൂടുതലായിട്ട് ഡിസോൾവ് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ഓക്സിജൻ ഡിപ്ലീഷൻ വരും. ഓക്സിജൻ ഡിപ്ലീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ പിന്നെ ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ഓഷ്യൻ ഡിയോക്സിജനേഷനിൽ പുറകിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്താണെന്ന് പറഞ്ഞു, ഓക്സിജൻ എങ്ങനെയാണ് കടലിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് കടലിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലൈമറ്റ് ചേഞ്ച് ഒരു കാര്യമാണ്, ന്യൂട്രിയൻ പൊല്യൂഷൻ രണ്ടാമത്തെ കാര്യമാണ്. ഇനി ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനൊരു 2 പോയിന്റ് പഠിച്ചു വെക്കാം. അപ്പോൾ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഥേൻ ഗ്യാസ് കൂടുതൽ റിലീസ്ഡ് ആവും. അതേപോലെ ട്രാപ്ഡ് ആയിട്ടുള്ള N2O ഗ്യാസുകൾ, നൈട്രജൻ ഓക്സൈഡ് ഗ്യാസുകൾ, അതും റിലീസ് ആവും. അപ്പൊ ഇത് രണ്ടും ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. അത് ഒരു ഇമ്പാക്റ്റ് ആണ്, ഇത് കാരണം സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം. ഓക്കെ, ഇമ്പാക്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ന്യൂട്രിയൻ സൈക്കിൾസ് ഉണ്ട്. ഈ ന്യൂട്രിയൻ സൈക്കിൾസ് ഒക്കെ ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആവും. ന്യൂട്രിയൻ സൈക്ലിംഗ് നടന്നാലേ എക്കോസിസ്റ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ന്യൂട്രിയൻ സൈക്കിളിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ന്യൂട്രിയൻ സൈക്കിളിന് നന്നായിട്ട് പോയി. ഇപ്പൊ നൈട്രജൻ സൈക്കിൾ തന്നെ വിചാരിക്കാം. നൈട്രജൻ സൈക്കിൾ യൂഷ്വലി നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നടന്നു കഴിഞ്ഞാൽ ആ ഒരു നൈട്രജൻ പ്ലാന്റ്സിന് കിട്ടാതെ വരും. അപ്പൊ എന്ത് സംഭവിക്കും? പ്ലാന്റ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഫുഡ് കുറയും. അപ്പൊ എല്ലാവരെയും അത് ബാധിക്കും. അപ്പൊ ആ എക്കോസിസ്റ്റം നിലനിൽക്കുന്നത് ന്യൂട്രിയൻ സൈക്ലിങ്ങിലൂടെയാണ്. അപ്പൊ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഡിയോക്സിജനേഷൻ ബാധിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ പിന്നെ എസ്കേപ്പിംഗ് കൂടും, രണ്ട് ന്യൂട്രിയൻ സൈക്കിൾസിനെ ഇത് ബാധിക്കും. ഓക്കെ, അപ്പോ ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്താന്ന് മനസ്സിലായല്ലോ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ, അത് കാരണം സംഭവിക്കുന്നത് എന്തൊക്കെയാന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ അത് അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഓഷ്യൻ ഡിയോക്സിജനേഷൻ എന്ന് പറയുന്ന റിപ്പോർട്ട് UNFCCC സമർപ്പിച്ചത് IUCN എന്ന് പറയുന്ന സംഘടനയാണ്. ഓക്കെ, IUCN. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. വാട്ടർ കൺസർവേഷന്റെ സിറ്റുവേഷൻ ഇന്ത്യയിലുള്ളത് പഠിച്ചു, ഓഷ്യൻ ഡിയോക്സിജനേഷൻ പഠിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Wetland ecosystem management is a major challenge for a populous country like India. What is the importance of wetland? How is it getting depleted? And suggest some mitigation measures. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ വലിയൊരു ചാലഞ്ച് ആണെന്നാണ്, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും എഴുതണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വെറ്റ്ലാൻഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, രണ്ടാമത്തെ ഭാഗമാണ് ക്വസ്റ്റ്യന്റെ. മൂന്നാമത്തെ ഭാഗം അത് എങ്ങനെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൗ ഇസ് ഇറ്റ് ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ്, മൂന്നാമത്തെ ഭാഗം. നാലാമത്തെ ഭാഗം ചോദിച്ചിരിക്കുന്നത് നമ്മളോട് കുറച്ച് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ വെറ്റ്ലാൻഡ് കൺസർവേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ നമ്മൾ ആദ്യം എത്ര ഭാഗം ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ആദ്യത്തെ ഭാഗം ഒരു സെന്റൻസ് ആണെങ്കിൽ കൂടെ അത് വിടരുത്. ആ സെന്റൻസ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ സെന്റൻസ് അങ്ങ് ശരിയാണെന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുത്തിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ഇത് പറയാലോ. വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം എന്താണെന്ന് അറിയാമോ? വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്, ഇപ്പൊ റാംസാർ സൈറ്റ്സിനനുസരിച്ച് വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെടും. അതായത് ലേക്ക്, റിവർ, സ്ട്രീം, അങ്ങനെ വേണ്ട, മറ്റേ പാഡി ഫീൽഡ്, പാഡി കൾട്ടിവേഷൻ ഫീൽഡ്, അതുപോലെ റിസർവോയേഴ്സ്, പോണ്ട്, വെൽ, ഇതെല്ലാം റാംസാറിന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ് ആണ്. പക്ഷെ യൂഷ്വലി നമ്മൾ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ലോ ടൈഡ്, ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ട് അല്ലെ. ഈ ലോ ടൈഡ് ഒരു 6 മീറ്റർ വരെ മാത്രം നിൽക്കുന്ന അത്രയും ഹൈറ്റ് ഉള്ള ഏരിയ, അത്രയും ഡെപ്ത് ഉള്ള ഏരിയാസിനെയാണ് നമ്മൾ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ ഇത്രയും ഹൈറ്റ് മാത്രം, അതായത് വളരെ ഡെപ്ത് കുറവായിട്ടുള്ള വാട്ടർ ബോഡീസിനെയാണ് യൂഷ്വലി നമ്മൾ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള വാട്ടർ ബോഡി ആവാം, അല്ലെങ്കിൽ ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടർ ബോഡി ആവാം, രണ്ട് രീതിയിലും ആവാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള വാട്ടർ ബോഡിക്ക് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം, എന്താ, ലേക്കിന്റെ ലിറ്ററൽ ഭാഗങ്ങൾ, അതായത് കരയോട് ചേർന്നിരിക്കുന്ന ലേക്കിന്റെ ഭാഗങ്ങൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെറ്റ്ലാൻഡ് ആണ്. അല്ലെങ്കിൽ പാഡി ഫീൽഡിന്റെ കൾട്ടിവേഷൻ നമ്മൾ ചെയ്യുന്നില്ലേ, അപ്പൊ അത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെറ്റ്ലാൻഡ് ആണ്. പിന്നെ പോണ്ട് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെറ്റ്ലാൻഡ് ആണ്. ഇനിയിപ്പോ ഫ്ലോയിങ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ ചെറിയ സ്ട്രീമുകളുണ്ട്, കനാൽസ് ഉണ്ട്, അതായത് നാച്ചുറൽ കനാൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻസ്, റിവറിന്റെ ഫ്ലഡ് പ്ലെയിനുകൾ, ഇതൊക്കെ ഫ്ലോയിങ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് പറയാൻ പറ്റും, സ്റ്റാറ്റിക്കും ആണ് അതേസമയം ഫ്ലോയിങ്ങും ആണ്. പിന്നെ ഒരു വെറ്റ്ലാൻഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസിഷൻ സോൺ ആണ് അല്ലെ. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാട്ടർ ബോഡീസ് ചേരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ലാൻഡും ഒരു വാട്ടറും ചേരുമ്പോഴോ അതിന്റെ ഇടയിൽ കാണാൻ പറ്റുന്ന സ്പേസിനെയാണ് നമുക്ക് വെറ്റ്ലാൻഡ് എന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഒരു റിവർ വന്നിട്ട് കടലിൽ ചേരുകയാണ്. ഇപ്പൊ റിവർ ഒരു വാട്ടർ ബോഡിയാണ്, കടൽ ഒരു വാട്ടർ ബോഡിയാണ്. പക്ഷെ റിവർ ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആണ്, കടലോ അതൊരു സോൾട്ട് വാട്ടർ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റവും സോൾട്ട് വാട്ടർ എക്കോസിസ്റ്റവും കൂടെ ചേരുന്ന അവിടെ കാണുന്നതിനെയാണ് എസ്റ്ററി അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻ, ഡെൽറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ആണ്. അതേപോലെ അതൊരു എക്കോട്ടോണും ആണ്. എക്കോട്ടോൺ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ, ഈ രണ്ട് എക്കോസിസ്റ്റത്തിനെക്കാട്ടിലും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ കൂടുതൽ സ്പീഷീസ് വെറൈറ്റീനെയും നമ്പർ ഓഫ് സ്പീഷീസിനെ ഒക്കെ കൂടുതൽ നമുക്ക് വെറ്റ്ലാൻഡ് ഈ ഒരു ട്രാൻസിഷൻ സോണിൽ അല്ലെങ്കിൽ എക്കോട്ടോണിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതൊരു ട്രാൻസിഷൻ സോൺ ആണ്. ഇനി മറ്റൊരു ട്രാൻസിഷൻ സോൺ നോക്കാം, മാംഗ്രൂവ് ഫോറസ്റ്റ്. ഈ മാംഗ്രൂവ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ടെറസ്ട്രിയൽ ഭാഗവും വെള്ളത്തിന്റെ ഭാഗവും കൂടെ ചേരുന്ന സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് മാംഗ്രൂവ്സ് അല്ലെ. സ്വാമ്പി ആയിട്ടുള്ള ഏരിയാസ്, ഇങ്ങനെ ചതുപ്പ് പോലെ. അപ്പം ഈ ഭാഗം എന്താണ്, ഒരു ടെറസ്ട്രിയൽ, ഒരു ലാൻഡും ഒരു വാട്ടറും കൂടെ ചേരുന്ന ഭാഗത്തുള്ളത്. അപ്പൊ അങ്ങനെയാവാം, വാട്ടറും ചേരുന്ന ഭാഗത്തും വെറ്റ്ലാൻഡ്സ് ഉണ്ടാവാം, വാട്ടറും ലാൻഡും ചേരുന്ന ഭാഗത്തും വെറ്റ്ലാൻഡ്സ് ആവാം. ഇനി അതല്ല, ഒറ്റയ്ക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന പോണ്ടുകൾ വെറ്റ്ലാൻഡ് ആണ് അല്ലെ. ഈ ചെറിയ ചെറിയ തടാകങ്ങൾ വെറ്റ്ലാൻഡ് ആണ്. അപ്പൊ വെറ്റ്ലാൻഡ് എങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആയതുകൊണ്ട് അതിനൊരു ക്ലാസിഫിക്കേഷൻ പറയാനോ ഡെഫിനിഷൻ പറയാനോ നമുക്ക് പറ്റില്ല. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഡെപ്ത് അധികം ഇല്ലാത്ത ഷാലോ വാട്ടറിൽ കാണാൻ പറ്റുന്ന ട്രാൻസിഷൻ സോൺസിനെയാണ് നമ്മൾ വെറ്റ്ലാൻഡ് പറയുന്നതെന്ന് പറയാം. ഓക്കെ,
പിന്നെ ഈ വെറ്റ്ലാൻഡിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പ്ലാന്റ്സ് ഹൈലി അഡാപ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇതിനെ ഹൈഡ്രോഫൈറ്റ് എന്നാ പറയുന്നത്. ഈ വെറ്റ്ലാൻഡിൽ കാണാൻ പറ്റുന്ന പ്ലാന്റ്സിനെ നമ്മൾ ഹൈഡ്രോഫൈറ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ്ലാൻഡിൽ യൂഷ്വലി സോൾട്ട് വാട്ടർ ആയിരിക്കും, ഇച്ചിരി ബ്രാക്കിഷ് ആയിരിക്കും. കാരണം അത് കടലിലേക്ക് ചേരുന്ന ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ലേക്കിന്റെ ലിറ്ററൽസിലൊക്കെ ആയിരിക്കും. അപ്പൊ അല്ലാതെ ഫ്രഷ് വാട്ടറിലും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇൻ കേസ് സോൾട്ട് വാട്ടറിലുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈലി അഡാപ്റ്റഡ് ആയിരിക്കും. കാരണം അവര് എന്താ പറയാ, ആ ഉപ്പുകളെല്ലാം അരിച്ചെടുത്ത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്. അവർക്ക് ഫിൽറ്ററിങ് സിസ്റ്റം അവരുടെ ബോഡിയിൽ തന്നെ അങ്ങനെയുള്ള പ്ലാന്റ്സിനുണ്ട്. അങ്ങനെ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹൈഡ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് മാത്രം എടുത്ത് ബാക്കി ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള സിസ്റ്റം അവർക്കുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള അഡാപ്റ്റഡ് പ്ലാന്റ്സിനെ അവിടെ കാണാൻ പറ്റും. അതേപോലെ സോയിൽ ആണെങ്കിലും വെറ്റ്ലാൻഡ്സിൽ കാണുന്ന സോയിൽ എന്ന് പറയുമ്പോൾ ഓക്സിജൻ റിച്ച് സോയിൽ ആയിരിക്കില്ല. കാരണം ഒന്നാമത് ഒരുപാട് പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം ഡിസോൾവ് ഓക്സിജന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സോയിലിനെ നമ്മൾ ഹൈഡ്രിക് സോയിൽ എന്നാണ് പറയുന്നത്. ഹൈഡ്രിക് സോയിൽ. ഓക്കെ, അപ്പോ ഈ വെറ്റ്ലാൻഡ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് പ്രത്യേകതകൾ, ഒന്ന് ഹൈഡ്രോഫൈറ്റിക് പ്ലാന്റ്സും ഒന്ന് ഹൈഡ്രിക് സോയിലും. എന്നാലും ഇത് ഭയങ്കര ഫ്ലറിഷിംഗ് ആണ്. ഹൈഡ്രിക് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കണ്ടന്റ് കുറവുള്ള സോയില്, അധികം എയറേഷൻ ഇല്ലാത്ത സോയില്. ഓക്കെ, അതിനെയാണ് ഹൈഡ്രിക്. ഓക്കെ ആണോ? നിങ്ങൾ ഇഷ്ടം പോലെ ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് നിർത്തി ഒരു ധൃതിയില്ല. ഓക്കെ, ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡെയിലി ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 ക്ലാസ് കിട്ടിയാൽ 40 ക്വസ്റ്റ്യൻ ആയി. അപ്പൊ അതുകൊണ്ട് എടുത്തു ചാടേണ്ട ആവശ്യമില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, അതേപോലെ ഇനി എന്തുകൊണ്ട് ഈ വെറ്റ്ലാൻഡ് നമ്മൾ ഇത്ര അധികം കൺസർവ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരു കൺട്രി നോക്ക്, എത്ര പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ. ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഇത്രയും റിസോഴ്സ് ബേർഡൻ ഉണ്ട്. അതായത് ഇത്രയും പോപ്പുലേഷൻ ഉള്ളത് കാരണം വി ഹാവ് ലൈക്ക് മെനി മൗത്ത്സ് ടു ഫീഡ്. ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് വേണ്ട പ്രൊഡക്ടിവിറ്റി ഇവിടെ ഉണ്ടാവണ്ടേ. അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തില് 18% ഇന്ത്യയുടെ മെയിൻലാൻഡിലെ 18% വെറ്റ്ലാൻഡ് ആണെന്നാണ് കണക്ക് പറയുന്നത്. ഓക്കെ, 18.4% ഓഫ് ദ ഹോൾ കൺട്രി ഈസ് വെറ്റ്ലാൻഡ്. 27,000 വെറ്റ്ലാൻഡ്സ് ഇന്ത്യയിലുണ്ട്. 27,000 വെറ്റ്ലാൻഡ്സ്, ആക്റ്റീവ് വെറ്റ്ലാൻഡ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ 27,000 വെറ്റ്ലാൻഡിൽ അല്ലെങ്കിൽ 18% കിടക്കുന്ന ലാൻഡ് ഏരിയ, ആ വെറ്റ്ലാൻഡ് ഏരിയയില് 70% ഏരിയയും എന്താ പാഡി കൾട്ടിവേഷന്റെ വെറ്റ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വെറ്റ്ലാൻഡ്, ഇന്ത്യയിലെ മൊത്തം വെറ്റ്ലാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ 70% വെറ്റ്ലാൻഡും എന്താണ്, പാഡി കൾട്ടിവേഷൻ ആണ്. നമ്മള് അപ്പൊ കൃഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കാൻ ആ ഒരൊറ്റ പോയിന്റ് മതി. ഓക്കെ, ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇത്രയും വലിയ രാജ്യം, ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യത്തിലെ 18% വെറ്റ്ലാൻഡ് ആണ്. ആ 18% വെറ്റ്ലാൻഡിൽ, ആ വെറ്റ്ലാൻഡിൽ അത്രയും 70% പാഡി കൾട്ടിവേഷൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ വെറ്റ്ലാൻഡിനെ അഗ്രികൾച്ചറിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് ആ ഒരു കാരണം മാത്രം മതി വെറ്റ്ലാൻഡ് കൺസർവേഷൻ വൺ ഓഫ് ദ മേജർ ഇഷ്യൂ ആയി മാറാൻ, അല്ലേ? ഇനി എന്തുകൊണ്ട് വെറ്റ്ലാൻഡ്സ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നു, അതാണ് മൂന്നാമത്തെ ഭാഗം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഭാഗം. ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു മേജർ ചാലഞ്ച് ആണ് എന്ന് അവര് തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെറ്റ്ലാൻഡ്, എന്തുകൊണ്ട് വെറ്റ്ലാൻഡ് ഇമ്പോർട്ടന്റ് ആവുന്നു. അത് അഗ്രികൾച്ചർ മാത്രം വെച്ചിട്ടായിരിക്കില്ലല്ലോ, മറ്റു കാരണങ്ങളും കൂടെ ഉണ്ടാവും. ആ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ന്യൂട്രിയന്റ് റിസർവോയർ ആണ്. കാരണം ഇതൊരു ബഫർ സോണാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസിഷൻ സോണാ. കരയിൽ നിന്ന് വരുന്ന ന്യൂട്രിയൻസ് കടലിലേക്ക് എത്തുന്നതിന് മുമ്പേ വന്ന് ചേരുന്ന ഒരു ബഫർ സോൺ ആണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, ഒരു മെറൈൻ വാട്ടർ എക്കോസിസ്റ്റം എടുക്കുകയാണ്. അപ്പൊ കരയിൽ നിന്ന് ഒഴുകി വരുന്ന അല്ലെങ്കിൽ നദി വഴി വരുന്ന മറ്റേ ന്യൂട്രിയൻസും ഫസ്റ്റ് എത്തിച്ചേരുന്ന ഭാഗം ഏതാണ്, ഈ വെറ്റ്ലാൻഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വെറ്റ്ലാൻഡ്സ് ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഒരു പരിധി വരെ ഇത് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റിക്ക് ആവശ്യമാണ്.
ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എക്കോസിസ്റ്റം സസ്റ്റൈനൻസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അത് കാരണം വെറ്റ്ലാൻഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ചെടികൾ, അതായത് മാക്രോഫൈറ്റുകളുണ്ട്. മാക്രോഫൈറ്റും മൈക്രോഫൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ മൈക്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നേക്കഡ് ഐയിൽ കാണാൻ പറ്റാത്ത പ്ലാന്റ്സിനെയും അനിമൽസിനെയാണ് നമ്മൾ മൈക്രോഫൈറ്റ് എന്ന് പറയുന്നത്. അതല്ല മാക്രോഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചെടികളെയും മൃഗങ്ങളെയാണ് നമ്മൾ മാക്രോഫൈറ്റ്, എല്ലാറ്റിനെയും കൂടെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മാക്രോഫൈറ്റിന്റെ ഒരുപാട്, അക്വാട്ടിക് മാക്രോഫൈറ്റിന്റെ ഒരുപാട് ഗ്രോത്ത് നമുക്ക് ഈ വെറ്റ്ലാൻഡിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു വെറ്റ്ലാൻഡ് കൺസർവ് ചെയ്താൽ അതിലുള്ള മൊത്തം ജീവികളെയും കൺസർവ് ചെയ്യുന്ന പോലെയാണ്. വെറ്റ്ലാൻഡ് ട്രാൻസിഷൻ സോൺ ആണെങ്കിൽ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ജീവികളെയും കാണാൻ പറ്റും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇതിനകത്ത് ഭയങ്കര വെറൈറ്റി, ഞാൻ പറഞ്ഞല്ലോ എക്കോട്ടോൺ ആണ്, ഇപ്പൊ വെറൈറ്റീസ് ഓഫ് ഫോണ കാണാൻ പറ്റും. പലയിടത്തും കാണാൻ പറ്റാത്ത ഫിഷുകളെ അതുപോലെ ബേർഡ്സിനെയൊക്കെ നമുക്ക് ഈ വെറ്റ്ലാൻഡ്സിൽ കാണാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ കിയോലാഡിയോ നാഷണൽ പാർക്ക് തന്നെ എടുത്തു നോക്കുക. അവിടെ എന്തോരം വൈഡ് വെറൈറ്റീസ് ഓഫ് മറ്റേ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് വരുന്നത്. അത് മറ്റൊരു ലേക്കിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ പോകുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ ചിലിക്ക ലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കൊല്ലേരു ലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത സീ ആനിമൽസിനെ അല്ലെങ്കിൽ വാട്ടർ ആനിമൽസിനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്ലാന്റ് വെറൈറ്റീസിനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു ഹൈ ഡെൻസിറ്റി ഏരിയ ആണ്, ഇത് ടെൻഷൻ സോൺ ആണ്. ഓക്കെ, പിന്നെ പല ആനിമൽസും ഇപ്പോൾ ഈവൻ ദോ വെറ്റ്ലാൻഡിൽ ഇല്ലാത്തതാണെങ്കിലും പല ആനിമൽസും വെറ്റ്ലാൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ വൈൽഡ് ആസ്, ഉപ്പ് തിന്നുന്ന ഒരു ജീവിയാണ് വൈൽഡ് ആസ്. അപ്പൊ ഈ ഏഷ്യാറ്റിക് വൈൽഡ് ആസ് ജീവിക്കുന്നത് കച്ച് ഏരിയയിലാണ്. ഗൾഫ് ഓഫ് കച്ചിന്റെ കച്ച് ഉണ്ടല്ലോ, റൺ ഓഫ് കച്ച് ഒക്കെ. അപ്പൊ ഈ റൺ ഓഫ് കച്ച് ഏരിയയിലാണ് ഈ പറയുന്ന വൈൽഡ് ആസ് ജീവിക്കുന്നത്. കച്ച് ഒരു വെറ്റ്ലാൻഡ് ആണ്. അത് വർഷത്തിലെ പകുതി ഭാഗവും അത് ചതുപ്പ് നിലമായിട്ട് കിടക്കും. ബാക്കി പകുതി ഭാഗം അത് ഉപ്പ് വന്ന് ഊറിയിട്ട് അത് എന്താ പറയാ വൈറ്റ് കളർ ടൈല് പോലെ ആയിട്ട് 8 ഹെക്ടർ കണക്കിന് ഇങ്ങനെ വെള്ള കളറ് ടൈല് വിരിച്ചതുപോലെ കിടക്കും. അപ്പം ഈ കാണുന്ന ഉപ്പ് പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന ഉപ്പ് തിന്നിട്ടാണ് ഈ ഒരു ആനിമൽ ജീവിക്കുന്നത്. നേരെ മറിച്ച് ആ റൺ ഓഫ് കച്ചിൽ ആ വെറ്റ്ലാൻഡ് നശിച്ചു പോയി എന്ന് വിചാരിക്കാം, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഇങ്ങനത്തെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെ അത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ ആ ഹാബിറ്റാറ്റ് മാത്രമല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നെയ്ബറിങ് ഹാബിറ്റാറ്റും നശിച്ചു പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന വെറ്റ്ലാൻഡിന്റെ പ്ലാന്റ്സ് ഹൈലി അഡാപ്റ്റഡ് ആണ്. അവർക്ക് ഈ ഫിൽട്ടറിങ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഫിൽട്ടറിങ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ പല ഇംപ്യൂരിറ്റീസിനെ ഇവർ വലിച്ചെടുക്കും വെള്ളത്തിൽ. ഇത് ഈ ഫൈറ്റോ റെമഡിയേഷൻ എന്നൊക്കെ പറയാം, അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം. അപ്പോൾ ഈ പ്ലാന്റ് വളരെയധികം ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ വലിച്ചെടുത്ത് അതിന്റെ റൂട്ട്സിലും സ്റ്റെമ്മിലും ലീവ്സിലും ഒക്കെ സ്റ്റോർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ഒരു വാട്ടർ ഫിൽട്ടറിങ് സിസ്റ്റം പോലെ ഈ വെറ്റ്ലാൻഡ് ആക്ട് ചെയ്യും. പിന്നെ ഈ നമുക്ക് പറയുന്ന ഈ എക്കോസിസ്റ്റം സർവീസസ് ഉണ്ടല്ലോ, ലൈക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക പ്ലാന്റ്സ്, അതുപോലെ ഫ്രഷ് വാട്ടർ സപ്ലൈ കൊടുക്കുക, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് കൊടുക്കുക. അപ്പൊ നല്ല നല്ല പാടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിലേ ഈ ഗ്രൗണ്ട് വാട്ടറിൽ നല്ല വെള്ളം താഴുള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ റീചാർജിനും ഇതൊരു അത്യാവശ്യമാണ് ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. ഗ്രൗണ്ട് വാട്ടർ റെജുവിനേഷന് മസ്റ്റ് ആണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഹാബിറ്ററ്റ്, മറ്റേ മൈഗ്രേറ്ററി ബേർഡ്സിന് ഹാബിറ്ററ്റ് ആണ്. ഇപ്പോൾ കിയോലാഡിയോ നാഷണൽ പാർക്കിലേക്ക് സൈബേറിയൻ ക്രെയിൻസ്, സൈബേരിയയിൽ തണുപ്പ് കൂടുമ്പോൾ വിന്റർ സീസണിൽ അവർ എന്ത് ചെയ്യും, ആഫ്രിക്കയിലേക്ക്, സൗത്ത് ആഫ്രിക്കയിൽ പറക്കും. അപ്പൊ പറക്കുന്ന വഴിയിൽ കാണുന്ന ഏഷ്യൻ ഫ്ലൈവേയിൽ നിർത്തുന്ന സ്ഥലമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അവർ ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതൊക്കെ വെറ്റ്ലാൻഡുകളിലാണ്. ഓക്കെ, ഇപ്രാവശ്യം ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് വെറ്റ്ലാൻഡ് ഡിസ്ട്രക്ഷൻ കാരണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം. പിന്നെ വെറ്റ്ലാൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ടൂറിസം ഒരുപാട് പ്രൊമോട്ട് ചെയ്യും, സസ്റ്റൈനബിൾ ടൂറിസം. ഇപ്പൊ ഇന്ത്യയിലെ കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സ് നോക്കുക, നമ്മുടെ കായലുകൾ, അതാണ് ഈ കേരളത്തിലെ വൺ ഓഫ് ദ മേജർ ടൂറിസം പ്രൊമോട്ടിംഗ് ഏരിയ.
അല്ലെ? അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരുപാട് ടൂറിസം വർക്കുകൾ ഇവിടെ നടക്കുന്നത്. ബാക്ക് വാട്ടർ എന്ന് പറയുന്ന ലോകത്ത് വേറെ എവിടെയില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സസ്റ്റൈനബിൾ ടൂറിസത്തിന് ഒരു കാരണമാണ്. ഈ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ടും അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രിയൻ സൈക്ലിംഗ് വളരെയധികം നടക്കുന്ന ഒരു ഏരിയയാണ് വെറ്റ്ലാൻഡ്. അപ്പോൾ ന്യൂട്രിയൻ സൈക്ലിംഗ് റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറ്റ്ലാൻഡ് കൺസർവ് ചെയ്യണം. അതേപോലെ ലോക്കൽ ക്ലൈമറ്റിനെ ഒരു പരിധി വരെ വെറ്റ്ലാൻഡ് ബാധിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വലിയ മഴ, നമുക്ക് മൺസൂൺ പോലെയുള്ള മഴകൾ കിട്ടുന്നത് നമ്മുടെ ചുറ്റും വാട്ടർ ബോഡി ആയിട്ടുള്ള കടലുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ കടലിൽ നിന്നും ജലാംശം അത് പിക്ക് ചെയ്തിട്ട് കരയിൽ വന്ന് പെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ അത് മൊത്തം ഒരു രാജ്യത്തിനെ ബാധിക്കുന്നതാണ് ഈ ഓഷ്യൻസ് വെച്ചിട്ട്. പക്ഷെ ലോക്കൽ ഏരിയാസ്, കൊച്ചു കൊച്ചു ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കായൽ മതി ഒരു നല്ല മഴ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ കാറ്റടിക്കുമ്പോൾ അതിന് മോയ്സ്ചർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? വാട്ടർ ബോഡി വേണം. അപ്പൊ കായലുകള്, പുഴകള്, ഇങ്ങനെയുള്ള വാട്ടർ ബോഡിയിൽ നിന്നൊക്കെ ഇത് വെള്ളം പിക്ക് ചെയ്തിട്ട്, ഈ മോയ്സ്ചർ പിക്ക് ചെയ്തിട്ട് കരയിൽ വന്നിട്ട് മഴ പെയ്യും. അപ്പൊ ഈ ലോക്കൽ ക്ലൈമറ്റിനെ വളരെയധികം വെറ്റ്ലാൻഡ്സ് സ്വാധീനിക്കും. ഓക്കെ, അതുകൊണ്ട് ലോക്കൽ ക്ലൈമറ്റ് സ്റ്റെബിലൈസ് ചെയ്യാനും വെറ്റ്ലാൻഡ് ഒരു വലിയ കാരണമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഇതൊരു ബഫർ സോൺ ആണ് ഈ വെറ്റ്ലാൻഡ്. ഇപ്പൊ മാംഗ്രോവ്സിന്റെ കാര്യം എടുക്കുക, അതൊരു ബഫറാണ്. ഇപ്പൊ സുനാമി അടിച്ച സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ ഏരിയാസ് എല്ലാം നശിച്ചു പോയി. പക്ഷെ തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമത്തില് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനാമി ഒക്കെ വരുന്നതിന്റെ ഒരുപാട് വർഷം മുമ്പേ അവിടെ ഒരു ക്യാമ്പയിൻ പോലെ 80,000 തൈ മാംഗ്രോവ്സ് നട്ടുപിടിപ്പിച്ചു ഈ കോസ്റ്റൽ റീജിയൻസിൽ. എന്നിട്ട് അത് വളർന്നു വലുതായി ഒരു കണ്ടൽ വനമായി. എന്നിട്ട് സുനാമി വന്ന സമയത്ത് ഈ ഒരു വില്ലേജ് മാത്രം, തമിഴ്നാട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ വില്ലേജ് മാത്രം ഒന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. കാരണം മാംഗ്രോവ്സിന് അത്ര അധികം ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോ ഈ മാംഗ്രൂവ് നമുക്ക് വെറുതെ അല്ല ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ മാംഗ്രൂവ് കവർ ഉള്ളത്. അതൊരു നാച്ചുറൽ എന്താ പറയാ റെസിസ്റ്റൻസ് ആണ്. ഇങ്ങനെ വരുന്ന ഹൈ ടൈഡിനാണെങ്കിലും വേവ്സിനാണെന്നുണ്ടെങ്കിലും കില്ലർ വേവ്സ് ഒക്കെ വരുമ്പോൾ ഇതൊരു ഒരു എന്താ പറയാ ഡിഫെൻസീവ് മെക്കാനിസം, നാച്ചുറൽ ഡിഫെൻസീവ് മെക്കാനിസം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെറ്റ്ലാൻഡ്സ് ആണ് ഇങ്ങനെയുള്ള മറ്റേ മാംഗ്രോവ്സിനെ ആണെങ്കിലും ഒക്കെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടും വെറ്റ്ലാൻഡ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. പിന്നെ ഇതൊരു ജനറ്റിക് റിസർവോയർ ആണ്. പല പ്ലാന്റ്സും ആനിമൽസും ഇവിടെ എൻഡമിക്ക, ഇവിടെ ഉള്ളത് മറ്റെവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ജീൻ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ജനറ്റിക് റിസർവോയർ ആയിട്ടുള്ള വെറ്റ്ലാൻഡ് കൺസർവ് ചെയ്താലേ അതും എല്ലാ കാലത്തും ജീവിക്കുള്ളൂ. ഓക്കെ, അത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ് പറയാനുള്ളത്. കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ഇതിനകത്തുനിന്ന് ഒരു 5 പോയിന്റ് എങ്കിലും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ട് വെറ്റ്ലാൻഡ് എന്താ പറയാ ഡിപ്ലീറ്റഡ് ആവുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ് ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂട്ടൻസ്, എക്സസീവ് പൊല്യൂട്ടൻസിന്റെ അക്യുമുലേഷൻ ഒരു കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെറ്റ്ലാൻഡിലേക്ക് പൊല്യൂട്ടൻസിന്റെ എണ്ണം കൂടുമ്പോൾ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് കൂടും. അപ്പൊ പ്ലാന്റ് പ്രൊഡക്ഷൻ കൂടും, ഓക്സിജന്റെ എമൗണ്ട് കുറയും, മറ്റുള്ള ജീവികളൊക്കെ ചത്തു തുടങ്ങും. അപ്പോൾ ഇവൻച്വലി പ്ലാന്റ് വിൽ ഓൾസോ സ്റ്റാർട്ട് ഇൻവേഡിങ് ദ ഹോൾ പ്ലേസ്. അങ്ങനെ ആ ഒരു വെറ്റ്ലാൻഡേ നശിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ഡിപ്ലീഷൻ ഒരു മേജർ കാരണം എക്സസീവ് പൊല്യൂട്ടൻസ്. എക്സസീവ് പൊല്യൂട്ടൻസ് എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവേഴ്സിൽ നിന്നൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വേസ്റ്റുകൾ മറ്റേ ഈ ഓപ്പൺ ആയിട്ടുള്ള വാട്ടറിലേക്ക് തുറന്നു വിടുക, അതേപോലെ ലേക്സിലേക്കും അതുപോലെ ഈ വെറ്റ്ലാൻഡിലേക്കൊക്കെ വിടുക. അതേപോലെ അഗ്രികൾച്ചറൽ റൺ ഓഫ്, ഈ ഒരുപാട് അഗ്രികൾച്ചറിലെ നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡ്സിനെയും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നത്. എന്നിട്ട് ഈ അഗ്രികൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒലിച്ചു വരുന്ന വെള്ളം കംപ്ലീറ്റ് വന്നിട്ട് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ്, ഈ ഫെർട്ടിലൈസറിൽ നിന്നൊക്കെ വരുന്ന ന്യൂട്രിയൻ എൻറിച്ച്മെന്റാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസിന്റെ ഒക്കെ എണ്ണം കൂടുന്നത് ഡിപ്ലീഷന് കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് മരങ്ങൾ വെട്ടി നീക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാട് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സോയില് പിടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ മരങ്ങൾ വേണം. അപ്പൊ സോയിൽ ഇറോഷൻ നടക്കും അല്ലെ. സോയിൽ ഇറോഷൻ അത്രയും ഒഴിച്ചു വരുന്നത് ഈ പറയുന്ന വെറ്റ്ലാൻഡുകളിലേക്കാണ്. അപ്പോൾ അവിടെ എന്താ പറയാ വെറ്റ്ലാൻഡിന്റെ
നിലം കൂടുന്നു, അതേപോലെ അവിടെ ഹാബിറ്റഡ് ഡിസ്ട്രക്ഷൻ നടക്കുന്നു. ഒരുപാട് സിൽട്ടുകളൊക്കെ വരുമ്പോൾ അതൊന്നും ഹോൾഡ് ചെയ്യാൻ വെള്ളത്തിന് പറ്റില്ല. ഈ കലങ്ങിയ വെള്ളം വന്നിട്ട് മണ്ണ് അടിഞ്ഞു കൂടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഹാബിറ്ററ്റ് ഒരുപാട് ഡിസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഡീഫോറസ്റ്റേഷനും ഒരു വെറ്റ്ലാൻഡ് ഡിപ്ലീഷന് കാരണമാണ്. ഹാബിറ്റഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡീഫോറസ്റ്റേഷൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ്ലാൻഡ് ഒക്കെ പ്രിസർവ് ചെയ്യേണ്ട സംഭവം, അതായത് അവിടെ എൻക്രോച്ച്മെന്റ്സ് പാടില്ല. പക്ഷെ ഈ മാഫിയകള് അതുപോലെയുള്ള വലിയ പ്ലാന്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വെറ്റ്ലാൻഡ്സ് ഒക്കെ കയ്യേറിയിട്ട് അത് നിരത്തി അവിടെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ വെറ്റ്ലാൻഡ്സിന്റെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അപ്പൊ അതൊക്കെ ഭയങ്കര അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതും ഡിപ്ലീഷന് ഒരു കാരണമാണ്, വെറ്റ്ലാൻഡ്സിനെ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഫിഷിംഗ് ആണ്. ഇപ്പൊ വെറ്റ്ലാൻഡ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഓവർ ആയിട്ട്, കാരണം ഷാലോ വാട്ടർ അല്ലേ, ഷാലോ വാട്ടർ ആവുമ്പോൾ നമുക്ക് അധികം എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ഫിഷിങ്ങിന്. ഓഷ്യനിലെ പോലെ റിസ്കുകളോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ ഒരുപാട് ഓവർ ഫിഷിംഗ് നടക്കുന്ന ഒരു ഏരിയയാണ് വെറ്റ്ലാൻഡ്. അപ്പോൾ ഈ ഓവർ ഫിഷിംഗ് നടന്ന് അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജീവികളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇവർ കൊടുക്കുന്നില്ല. അപ്പൊ ഇവൻച്വലി വാട്ട് ഹാപ്പൻസ്, എല്ലാ അഡൾട്ടിനെയും ക്യാപ്ചർ ചെയ്ത് ഇവൻച്വലി അത് ആ ഒരു ഏരിയ ഡിപ്ലീറ്റഡ് ആയി പോകും. അപ്പൊ അതിന്റെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് ഈ മറ്റേ ഒരു എക്കോസിസ്റ്റത്തിന്റെ സോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റം നശിച്ചു പോകും. ഓക്കെ, കാരണം പ്രോസസ്സുകൾ നടക്കണ്ടേ. അപ്പൊ ഓവർ ഫിഷിംഗ് ഒരു കാര്യമാണ്. ഇനി അതിലുള്ള ഫിഷിനെ പിടിക്കാതെ ആൾക്കാർ മറ്റൊരു കാര്യം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാട്ടർ ബോഡീസിൽ അവർ അക്വാ കൾച്ചർ ചെയ്യും. ഓരോരോ ഏരിയാസ് തിരിച്ചെടുത്തിട്ട് ആ ഏരിയയിൽ അവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും, ഇപ്പൊ കൊഞ്ച് കൃഷി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഷെൽഫിഷിനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ അവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഫിഷസിനെ വളർത്താൻ വേണ്ടി അക്വാ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഉള്ള ഫിഷ് കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള ഓർഗാനിസത്തിനെ അത് വളരെയധികം ബാധിക്കും. കാരണം പുതിയതായിട്ട് വരുന്നത് ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഓക്കെ, അത് അവിടെ ഇല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരു ഏലിയൻ സ്പീഷീസ്. അപ്പൊ അത് കാരണം ഈ എക്കോസിസ്റ്റം ഡാമേജ് വരും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ഓവർ ഗ്രേസിങ്. വെറ്റ്ലാൻഡിന് ഇപ്പോ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ടെറായി ഗ്രാസ് ലാൻഡ് ഉണ്ട്. ടെറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികള് ആദ്യം ഹിമാലയത്തിന്റെ താഴെ ഇങ്ങനെ ഉരുളൻകല്ലുകളായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഉരുളൻകല്ലുകൾ അവിടെ മണ്ണല്ല, ഉരുളൻകല്ലുകളാണ് നിറച്ചു കിടക്കും. അപ്പൊ അത് കുറേ ഒരു കിലോമീറ്ററോളം ഈ ഉരുളൻകല്ലുകളാണ്. അപ്പൊ ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളെല്ലാം ഈ ഉരുളൻകല്ലിന്റെ അവിടെ എത്തുമ്പോൾ ഈ നദി ഡിസപ്പിയർ ആയി പോകും. അതായത് ഈ ഉരുളൻകല്ലിന്റെ അടിയിലേക്ക് താഴ്ന്ന് പിന്നെ അടിയിലൂടെയാണ് നദി ഒഴുകുന്നത്. പിന്നെ ഈ നദി പൊങ്ങി വരുന്ന ഒരു ഭാഗമുണ്ട്, അതായത് രണ്ടാമത്തെ ഭാഗം, അതാണ് ടെറായി എന്ന് പറയുന്നത്. അപ്പൊ ടെറായി എന്ന് പറയുമ്പോൾ ചതുപ്പ് നിലമാണ്. അപ്പൊ അവിടെ നല്ല നല്ല ഗ്രാസസ് ഇങ്ങനെ വളർന്നു വരും. ഓക്കെ, അപ്പൊ ഈ ഗ്രാസസ് ഒക്കെ മറ്റേ ഗ്രേസ് ചെയ്യാൻ അത് നല്ലൊരു വെറ്റ്ലാൻഡ് ആണ്. അവിടെ ഒരുപാട് കൃഷി നടക്കുന്നത്. ഈ ടെറായി മറ്റേ ഗ്രാസ് ലാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക കൃഷികളും നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഓവർ ഗ്രേസിംഗ് ആ. ഈ നോർത്ത് ഇന്ത്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ കാറ്റൽസിനെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഓവർ ഗ്രേസിങ്. അപ്പൊ ഓവർ ഗ്രേസിങ് നടന്ന് ഈ ഒരു ഭാഗത്തെ പുല്ല് അത്രയും തീർന്നു പോകും. അപ്പൊ അവിടെയും ഈ പറയുന്ന ഡീഫോറസ്റ്റേഷന്റെ സെയിം എഫക്റ്റ് ആണ് വരുന്നത്. സോയിൽ ഇറോഷൻ സംഭവിക്കും. അങ്ങനെ എന്താ പറയാ, ന്യൂട്രിയൻസ് റൺ ഓഫ് ആവും, ആ ഒരു എക്കോസിസ്റ്റം നശിച്ചു പോകും. അപ്പൊ ഓവർ ഗ്രേസിങ്ങും വൺ റീസൺ ആണ്. പിന്നെയുള്ള ഒരു റീസൺ സാൻഡ് മൈനിങ് ആണ്. സാൻഡ് മൈനിങ് എന്താ അറിയാലോ, ഈ മണല് ഖനനം ചെയ്യുന്ന. അപ്പൊ ഈ മണ്ണ് ഇങ്ങനെ കോരുമ്പോ എന്ത് സംഭവിക്കും, ഈ വെള്ളം രണ്ട് രീതിയിലുണ്ട് കേട്ടോ. സാൻഡ് മൈനിങ് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് മൈനിങ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നദിക്ക് ഒഴുകാൻ സ്ഥലം ഇല്ലാതെ വരുമ്പോൾ കൂടുതൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഈ നദികൾ മലയിൽ നിന്നാണ് വരുന്നത്. അപ്പോ
ഒരുപാട് മറ്റേ സിൽട്ടും ക്യാരി ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഈ സിൽട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി നദിക്ക് ഒഴുകാൻ സ്ഥലം ഇല്ലാണ്ടായി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡിനെ എടുത്തിട്ട് ഡ്രഡ്ജ് ചെയ്ത് കൊടുക്കും. ഈ സാൻഡിനെ ഇങ്ങനെ എടുത്ത് കുഴിച്ച് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുക്കും. അപ്പൊ നദിക്ക് ഒഴുകാൻ കൂടുതൽ സ്പേസ് ഉണ്ടാവും. അതല്ലാതെ മാഫിയകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാൻഡ് മൈനിങ്, ഇല്ലീഗൽ ആയിട്ടുള്ള സാൻഡ് മൈനിങ് ചെയ്യും. അപ്പോ ഈ നദി അല്ലെങ്കിൽ ഈ വെറ്റ്ലാൻഡിന്റെ ഡെപ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ഓക്കെ, ഡെപ്ത് കൂടുമ്പോൾ വെള്ളം കുറച്ചുകൂടെ താഴ്ന്നു ഒഴുകും. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, ഈ ഹാബിറ്ററ്റിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇല്ലീഗൽ സാൻഡ് മൈനിങ്ങും ഈ പറയുന്ന വെറ്റ്ലാൻഡിന്റെ ഡിപ്ലീഷന് കാരണമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ പഠിച്ചു? എക്സസീവ് പൊല്യൂട്ടൻസ് വന്നു കഴിഞ്ഞാൽ, ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ നടന്നാൽ, അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ, അതുപോലെ വെറ്റ്ലാൻഡ് മാഫിയകള് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ ഓവർ ഫിഷിംഗ്, അക്വാ കൾച്ചർ, ഓവർ ഗ്രേസിംഗ്, സാൻഡ് മൈനിങ്, ഇതൊക്കെ ചെയ്യുമ്പോഴും വെറ്റ്ലാൻഡ് ഡിപ്ലീറ്റഡ് ആവും. ക്ലിയർ ആണല്ലോ? ഇനി ഇത് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം? അത് എളുപ്പമാണ്. കാരണം നമുക്ക് പ്രശ്നങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നേരെ തിരിച്ചെഴുതിയാൽ മതി. ഇപ്പൊ ഇല്ലീഗൽ സാൻഡ് മൈനിങ് കാരണമാണ് ഡിപ്ലീഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലീഗൽ സാൻഡ് മൈനിങ് ചെക്ക് ചെയ്യണം, അല്ലെ? ഗവൺമെന്റ് ലെജിസ്ലേഷൻ കൊണ്ടുവരണം ഇല്ലീഗൽ സാൻഡ് മൈനിങ് ചെക്ക് ചെയ്യാൻ. അപ്പൊ അതൊരു മിറ്റിഗേഷൻ മെഷർ ആയില്ലേ? ഇനി അക്വാ കൾച്ചർ ഒരു പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? അക്വാ കൾച്ചർ റെസ്ട്രിക്റ്റീവ് ആയിട്ട് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ അക്വാ കൾച്ചർ ചില വാട്ടർ ബോഡീസിൽ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യണം. തിരിച്ചെഴുതാൻ പറ്റുമല്ലോ. അതേപോലെ ഗ്രേസിങ് കൺട്രോൾ ചെയ്യണം. പിന്നെ യൂട്രോഫിക്കേഷൻ തടയണം. പിന്നെ എന്ത് പറയാം, ഈ വെറ്റ്ലാൻഡ്സിനെ കറക്റ്റ് ആയിട്ട് ഡീമാർക്കേറ്റ് ചെയ്തിട്ട് എവിടം വരെ ആൾക്കാർക്ക് എൻക്രോച്ച് ചെയ്യാം, എവിടം വരെ ആൾക്കാർക്ക് യൂസ് ചെയ്യാം എന്നുള്ള കറക്റ്റ് ഡീമാർക്കേഷൻ കൊണ്ടുവരണം. അത് തെറ്റിക്കുകയാണെങ്കിൽ പണിഷ് ചെയ്യാൻ വേണ്ടി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ലോസ് കൊണ്ടുവരണം. പിന്നെ അക്വാ കൾച്ചർ, അതുപോലെ ഷെൽഫിഷിന്റെ കൾട്ടിവേഷൻ, ഇതൊക്കെ വളരെ അധികം ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ബാൻ ചെയ്യേണ്ടടുത്ത് ബാൻ ചെയ്യുക. പിന്നെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് വെള്ളത്തിലേക്ക് നേരിട്ട് റിലീസ് ചെയ്യാതെ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, പ്ലാന്റ്സ്, അത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെന്താ, നാച്ചുറൽ റീജനറേഷൻ ഉള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പൊ ഒരു വെള്ളം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്ത് യമുനയൊക്കെ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ആയിരുന്നു. യമുനയിൽ കൂടെ കറുത്ത കളർ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ലോക്ക്ഡൌൺ സംഭവിച്ചപ്പോ എന്ത്, റിവേഴ്സിന് സ്വന്തമായിട്ട് റെജുവിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നല്ല തെളി വെള്ളമാണ് യമുനയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും യമുന സ്വയം റെജുവിനേറ്റ് ചെയ്തു 3 മാസം കൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ചെറിയ വെറ്റ്ലാൻഡ് നോക്കിയാൽ അവർക്കും റെജുവിനേറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ റെജുവിനേഷന് ചാൻസ് കൊടുക്കണം. ആ ഒരു റീജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം അതിന് കൊടുക്കണം. അതേപോലെ എക്സോട്ടിക് ഇൻവേസീവ് സ്പീഷീസ്, അത് പുറത്തുനിന്ന് ഇപ്പൊ ഈ ഷെൽഫിഷ് പോലെയുള്ള എക്സോട്ടിക്, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ ഷെൽഫിഷ് പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ബോഡിയിൽ ഇല്ലാത്ത പുതിയൊരു സാധനത്തിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അക്വാ കൾച്ചറിനൊക്കെ വേണ്ടിയെന്നുണ്ടെങ്കിൽ ആ ഒരു മൊത്തം വാട്ടർ ബോഡീനെ അത് നശിപ്പിക്കാം. കാരണം അത് ഇൻവേസീവ് ആയി കഴിഞ്ഞാൽ മറ്റ് ജീവികളായിട്ട് അത് കോമ്പറ്റ് ചെയ്യും റിസോഴ്സസിന് വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തം എക്കോസിസ്റ്റം നശിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? എക്സോട്ടിക് ഇൻവേസീവ് സ്പീഷീസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിറ്റിഗേഷൻ മെഷേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ് എഴുതാം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇതിപ്പം നമ്മൾ ഒരു ആൻസർ ഇപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതുള്ളൂ. ഇത് നമ്മൾ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു ആൻസറിൽ കൊണ്ടുവരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ഇപ്പൊ വെറ്റ്ലാൻഡ് ഒരു എക്കോട്ടോൺ ആണെന്ന് നമുക്കറിയാം. പക്ഷെ അത് ആൻസർ പേപ്പറിൽ എക്കോട്ടോൺ എന്നുള്ള വാക്ക് വരുമ്പോൾ അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി വരാൻ കാരണം അതൊരു എക്കോട്ടോൺ ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാണ്. കാരണം അങ്ങനെയുള്ള ടെർമിനോളജീസ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, യൂട്രോഫിക്കേഷൻ, ഇപ്പൊ ഒരുപാട് പൊല്യൂട്ടൻസ് വരുന്നു, ന്യൂട്രിയൻസ് എൻറിച്ച്മെന്റ് വരുന്നു എന്ന് പറയുന്നതിന് പകരം യൂട്രോഫിക്കേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഒതന്റിക് ആയ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കുറച്ചും കൂടെ ബ്യൂട്ടിഫൈ ചെയ്തു നിങ്ങളുടെ ആൻസർ, അതേപോലെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയി മാറും. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് നമ്മൾ ഇപ്പോ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരുപാട് ടെർമിനോളജീസ് പഠിച്ചു. നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചു. ഈ വാക്കുകളെല്ലാം നമ്മൾ ഇവിടെ വേണം ഉപയോഗിക്കാൻ. അപ്പോഴാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് ഫോം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 ക്വസ്റ്റ്യൻ പഠിച്ചു.
നാലാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ, ഈ എന്തുകൊണ്ടാണ് ഈ വാട്ടർ പൊല്യൂഷൻ, വാട്ടർ കൺസർവേഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലേഷൻ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ളതും സ്റ്റാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ആർ ദ മേജർ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ ടു ചെക്ക് ഇറ്റ്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോ നടപ്പിലാക്കിയിരിക്കുന്ന വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ കയ്യിൽ കുറെ ഐഡിയാസ് ഉണ്ടായിരിക്കും, കാരണം നമ്മളിപ്പോ നമാമി ഗംഗെ പ്രോജക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഗംഗ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പൊ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ കാര്യം, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരൊറ്റ ഭാഗമേ ഉള്ളൂ, വാട്ട് ആർ ദ മേജർ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ എന്ന് മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മള് ഇപ്പൊ അത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് മാത്രം പോയിന്റ് ആയിട്ട് എഴുതി പോയാൽ മതി. അതല്ല, ഇച്ചിരി എസ് എ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഒരു 1.5 പേജ് എഴുതാനുണ്ട് അല്ലെങ്കിൽ 2 പേജ് എഴുതാനുണ്ട്, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്നൊരൊറ്റ ലൈനിൽ പറയാം, എന്നിട്ട് മേജർ കൺട്രോളിങ് മെഷേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഒരു ചെറിയ ഒരു കൺക്ലൂഷനും കൂടെ കൊടുക്കുക. കൺക്ലൂഷനകത്ത് വെറുതെ ഇങ്ങനെ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ എന്തെങ്കിലും ഒരു സജഷൻ ഇട്ടിട്ട് നമ്മൾ അതങ്ങ് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആൻസർ ആയി. ഓക്കെ, അല്ലാതെ നമ്മൾ വെറുതെ കുറെ വാരി വലിച്ച് കഥ പോലെ എഴുതേണ്ട ആവശ്യമില്ല. പോയിന്റ്, ഓരോ സെന്റൻസും എഴുതുമ്പോൾ ആ സെന്റൻസ് റെലവെന്റ് ആണോ, അതിനകത്ത് എന്തെങ്കിലും ഒരു ഫാക്ട് ഉണ്ടോ എന്നാൽ മാത്രം അത് എഴുതിയാൽ മതി. നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടോ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടോ സെന്റൻസുകൾ എഴുതണ്ട, കാരണം അത് ഗ്രാമർ ചെക്ക് ചെയ്യാനുള്ള ഒരു പരീക്ഷയേ അല്ല. അപ്പോ നിങ്ങൾക്ക് ഗ്രാമർ ഇല്ലെങ്കിലും പറ്റില്ല, കുഴപ്പമില്ല, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആവശ്യമുള്ള വാക്കുകളും കുറച്ച് എന്താ പറയാ ഡാറ്റകളും അതിനകത്ത് ഉണ്ടായാൽ മതി. അത് കൂട്ടി യോജിപ്പിക്കാനുള്ള സെന്റൻസിന് ഭംഗി ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, സിവിൽ സർവീസിൽ പോലും അത് കുഴപ്പമില്ല. അപ്പോൾ എല്ലായിടത്തും വേണ്ടത് ഫാക്റ്റുകളും കറക്റ്റ് ആൻസറുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സിലെ ഏറ്റവും ആദ്യത്തെ കാര്യം, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ ആക്ട് ആണ്. വാട്ടർ ആക്ട് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ലെജിസ്ലേഷൻ ആണ്. ഇത് CPCB എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പവറുകൾ കൊടുക്കുന്ന ഒരു ആക്ടും കൂടെയാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സെസ് ആക്ട് ആണ്. വാട്ടർ സെസ് ആക്ട് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഒരുപാട് എഫ്ലുവൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഈ പറയുന്ന ഒരു കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ടർ സെസ് ആക്ട്, ഇപ്പോൾ വെള്ളത്തിലേക്ക് ഒരുപാട് എഫ്ലുവൻസ് റിലീസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീസ് ആണ് അത് മെയിൻ ആയിട്ട് പൊല്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ സെസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സെസ് ആക്ടിനകത്ത് ഒരുപാട് അനക്സുകൾ ഉണ്ട്. അപ്പൊ ഈ ഓരോ അനക്സിനകത്തും പിന്നെ ഇപ്പോൾ അനെക്സ് 1-നകത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പൊല്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ ലിസ്റ്റ്, അനെക്സ് 2-നകത്താണെങ്കിൽ കുറച്ചും കൂടെ ഇളവുള്ള ലിസ്റ്റ്. അപ്പോൾ അങ്ങനെ അനെക്സ് 1-ലുള്ള ഇൻഡസ്ട്രീസിന് കൂടുതൽ സെസ് ഈടാക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ കാശ് അവിടെ നിന്ന് വാങ്ങിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവര് ഒരുപാട് പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺട്രോളിങ് മെഷറിന് വേണ്ടിയിട്ടാണ് വാട്ടർ സെസ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഈ വാട്ടർ സെസ് ആക്ട് നമ്മളിപ്പോ പൊല്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീന്റെ മുകളിൽ ഒരു ഫൈൻ വെക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് പൊല്യൂഷൻ തടയുന്നില്ല. ഇപ്പൊ ഫൈൻ കൂടി എന്ന് വിചാരിച്ചിട്ട് ഇൻഡസ്ട്രി പൊല്യൂട്ട് ചെയ്യാതിരിക്കില്ല. ഫൈൻ കൂടുതലാണെങ്കിൽ കൂടുതൽ ഫൈൻ അടയ്ക്കും, അല്ലെങ്കിൽ ഫൈൻ വെട്ടിക്കാനുള്ള വഴി നോക്കും എന്നല്ലാതെ ഫൈൻ ഉണ്ടെന്ന് പേടിച്ചിട്ട് ഇവര് പൊല്യൂഷൻ കുറയ്ക്കുന്നില്ല. അപ്പൊ അത് ഒരു വാട്ടർ സെസ് ആക്ടിന്റെ ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ, വാട്ടർ ആക്ടും വാട്ടർ സെസ് ആക്ടും. മൂന്നാമത്തെ കാര്യമാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗ ആക്ഷൻ പ്ലാൻ ആദ്യം ഗംഗ ഗംഗയാണ് ഏറ്റവും ആദ്യം പൊല്യൂട്ട് ആയത്. അപ്പൊ ഗംഗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നത്. പക്ഷെ അത് 1985 കൊണ്ടുവന്നതാ. പക്ഷെ പിന്നീട് മനസ്സിലായി ഗംഗയ്ക്ക് മാത്രമല്ല പ്രശ്നം, സകല നദികൾക്കും ഇത് തന്നെയാണ് പ്രശ്നം എന്ന് മനസ്സിലായപ്പോൾ ഈ ഗംഗ ആക്ഷൻ പ്ലാനിനെ നമ്മൾ എന്താക്കി മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ ആക്കി മാറ്റി. ഓക്കെ, നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ. അപ്പോൾ അതാണ് ഇപ്പൊ നിലവിലുള്ളത്. ഗംഗ മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നമാമി ഗംഗെ പ്രോഗ്രാം, പിന്നെ നാഷണൽ റിവർ ഗംഗ റിജുവിനേഷൻ പ്രോഗ്രാം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്.
അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്കീം കൊണ്ടുവന്നു എല്ലാ വാട്ടർ ബോഡീസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അപ്പെക്സ് അതോറിറ്റി. വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ, അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ എല്ലാം അധികാരമുള്ള, ഫൈൻ ഈടാക്കാനൊക്കെ അധികാരമുള്ള ബോഡിയാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇവർക്ക് ഈ ഇതിനകത്ത് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോഡീനെ കാറ്റഗറൈസ് ചെയ്യും. ABCDE എന്ന് പറഞ്ഞിട്ട്. A എന്ന് പറയുമ്പോൾ ഏറ്റവും പൊല്യൂട്ടഡ്, B എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കുറവ്. അങ്ങനെ ഈ ഒരു മോണിറ്ററിങ് അതുപോലെ റാങ്കിങ് ഇതൊക്കെ ചെയ്യുന്നത് CPCB ആണ്. അപ്പൊ ഇവരിത് നോക്കുന്നത് എന്താന്ന് വെച്ചാൽ വെള്ളത്തിന്റെ pH ലെവൽ എത്രത്തോളാണ്. അപ്പൊ pH എന്ന് പറയുമ്പോൾ 0 to 14 വരെ ഉണ്ട്. അപ്പൊ 7 ഒക്കെയാണ് ന്യൂട്രൽ. 7 താഴത്തോട്ട് 7 to 0 പോയി കഴിഞ്ഞാൽ അത് അസിഡിക് വാട്ടർ ആണ്. 7 to 14 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബേസിക് വാട്ടർ, ആൽക്കലൈൻ വാട്ടർ ആണ്. അപ്പോൾ ആ ഒരു pH ചെക്ക് ചെയ്യണം. വെള്ളം, നല്ല വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ pH ന്യൂട്രൽ ആണ് അല്ലെ. അപ്പോൾ ഈ കൂടുതൽ അസിഡിക് ആണോ മറ്റേ ആൽക്കലൈൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതേപോലെ എത്രത്തോളം ഡിസോൾവ്ഡ് ഓക്സിജൻ, ഞാൻ പറഞ്ഞില്ലേ 10 ppm ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. അപ്പൊ എത്രത്തോളം ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതിനകത്ത് ഓക്സിജൻ ഡിമാൻഡ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രത്തോളം, അതായത് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്, ബയോളജിക്കൽ ഫങ്ഷൻസ് നടക്കാൻ നമുക്ക് എത്ര ഓക്സിജൻ വേണം, അത് എത്ര ഓക്സിജൻ വേണം എന്നുള്ളത് ശരിക്കും ഓക്സിജൻ ഇല്ലായ്മയുടെ കണക്കാണ്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഇല്ലാതെ വരുമ്പോഴാണല്ലോ ഓക്സിജൻ ഡിമാൻഡ് വരുന്നത്. അപ്പൊ ബയോളജിക്കൽ പ്രോസസ്സിന് ഓക്സിജൻ ഇല്ലാതെ തികയാതെ വരുമ്പോൾ ഉള്ള ഡിമാൻഡ് എത്രത്തോളാണ്. അപ്പൊ ആ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അത്രയും ഓക്സിജൻ കുറവാണെന്നാണ് അർത്ഥം അല്ലെ. അപ്പോൾ അതും ഇവര് ചെക്ക് ചെയ്യും. അതേപോലെ കോളിഫോം എന്ന് പറയുമ്പോൾ ഈ മൈക്രോബ്സിന്റെ എമൗണ്ട് എത്രത്തോളം, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിന്റെ എമൗണ്ട് എത്രത്തോളം വെള്ളത്തിലുണ്ട് എന്നുള്ള ചെക്ക് ചെയ്യും. അതുപോലെ ഈ ഫ്രീ അമോണിയ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാട്ടറിന്റെ ചെക്ക് ചെയ്യും. ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു വെള്ളം എത്രത്തോളം നല്ലതാണ് ചീത്തതാണ് എന്ന് നമ്മുടെ CPCB തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ CPCBയുടെ ഫംഗ്ഷൻ പറഞ്ഞു. നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ ഉണ്ട്, വാട്ടർ ആക്ട് ഉണ്ട്, വാട്ടർ സെസ് ആക്ട് ഉണ്ട്. പിന്നെ അതല്ലാതെ ഈ കുറെ പിന്നെ ചെറിയ ചെറിയ മെത്തേഡുകൾ ഉണ്ട്. ഇപ്പൊ ഓയിൽ സ്പില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓയിൽ ലീക്കേജ് വരികയാണ്. ഈ ഷിപ്പിൽ നിന്നും ബോട്ടിൽ നിന്നും ഒക്കെ ഓയിൽ ലീക്കേജ് വരും. അപ്പൊ ഇൻഡസ്ട്രിയിൽ റിലീസിൽ നിന്നും ഓയിൽ ലീക്കേജ് ഒക്കെ വരുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്രഗോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. വലിയ കാര്യമില്ല, നമുക്ക് പേരുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ എന്തെങ്കിലും നോട്ടായിട്ട് തരാം. പിന്നെ യൂക്കാലിപ്റ്റസ് ട്രീസ് ഉണ്ടല്ലോ, യൂക്കാലിപ്റ്റസ് ഇങ്ങനെ മറ്റേ വെള്ളത്തിന്റെ ചേർന്ന് ഇതിങ്ങനെ നട്ടുപിടിപ്പിക്കും. അപ്പൊ അത് ഒരുപാട് പൊല്യൂട്ടൻസിനെ വലിച്ചെടുക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറെ മെത്തേഡ്. അതല്ലാതെ ഈ വെള്ളം അതിന്റെ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിലെ മേജർ ഒരു മെത്തേഡാണ് ബയോ റെമഡിയേഷൻ. ഓക്കെ, ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ, ഫംഗൈ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് കണ്ടാമിനൻസിനെ ഡീഗ്രേഡ് ചെയ്യുക, നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയാം. പേര് ബയോ എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാക്കുക, ബയോളജി, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചിട്ട് പൊല്യൂട്ടൻസിനെ ഇല്ലായ്മ ചെയ്യാം. അതാണ് ബയോ റെമഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസം ചിലപ്പോൾ ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റിനെ നശിപ്പിക്കാൻ കഴിവുള്ള രീതിയിലുള്ള എഞ്ചിനീയർഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ആയിരിക്കും യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബയോ റെമഡിയേഷൻ രണ്ട് രീതിയിലുണ്ട്. ഇൻസിറ്റു ഉണ്ട്, എക്സിറ്റു ഉണ്ട്. ഇൻസിറ്റു ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള വെള്ളം ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സോയിലോ അല്ലെങ്കിൽ വെള്ളമോ ഉള്ളത്, അവിടെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസിറ്റു എന്ന് പറയുന്നത്. നേരെ മറിച്ച് വേറെ എവിടെയെങ്കിലും ആണ് വെള്ളം നശിച്ചു കിടക്കുന്നത്, അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് എക്സിറ്റു എന്ന് പറയുന്നത്. ഇൻസിറ്റു കുറച്ചും കൂടി ഒരു വലിയ എന്താ പറയാ ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇൻസിറ്റു ബയോ റെമഡിയേഷൻ 3 രീതിയിലുണ്ട്. ആദ്യത്തെ രീതി ഞാൻ പറയാം, ബയോ വെന്റിങ് എന്ന് പറയും. ബയോ വെന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെന്റിലൂടെ അല്ലെങ്കിൽ ഒരു വെല്ലിലൂടെ പിന്നെ എയറും ന്യൂട്രിയൻസും കൂടെ അടിച്ചു കൊടുക്കുകയാണ്. എയറും ന്യൂട്രിയൻസും കൂടെ ഒരു വെല്ലിലൂടെയോ അല്ലെങ്കിൽ ഒരു വെന്റിലൂടെയോ ഈ വാട്ടർ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഈ എയറും ന്യൂട്രിയൻസും എത്തുമ്പോൾ ഈ വാട്ടർ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ്
കൂടുതൽ ആക്റ്റീവ് ആവും, പെരുകും. എന്നിട്ട് അവര് കൂടുതൽ റീപ്രൊഡ്യൂസ്ഡ് ആയിട്ട് കൂടുതൽ ഉണ്ടായിട്ട് എന്താ പറയാ ഈ കണ്ടാമിനൻസിനെ നശിപ്പിക്കും. അതാണ് ബയോ വെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സാധനമാണ് ബയോസ്പാർജിങ്. ഓക്കെ, ബയോസ്പാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എയർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. നല്ല പ്രഷറിൽ വാട്ടർ ടേബിളിലേക്ക് എയർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ എയർ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്ടീരിയ കൂടുതൽ വളരും. അപ്പോൾ ബാക്ടീരിയ കൂടുതൽ വളരുമ്പോൾ കൂടുതൽ കണ്ടാമിനൻസിനെ ഇത് പ്രോസസ് ചെയ്ത് എടുക്കും. അതാണ് ബയോ സ്പാർജിങ് എന്ന് പറയുന്നത്. ഇഞ്ചെക്ഷൻ ഓഫ് എയർ അണ്ടർ പ്രഷർ. അത് വാട്ടർ ടേബിളിന്റെ താഴത്തേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ബയോ സ്പാർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ബയോ ഓഗ്യുമെന്റേഷൻ. ബയോ ഓഗ്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നോക്കാം, ഈ ബയോ വെന്റിങ്ങിന്റെയും ബയോ സ്പാർജിങ്ങിന്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വാട്ടർ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ബയോ ഓഗ്യുമെന്റേഷനിൽ നമുക്ക് ആ ഒരു ഓർഗാനിസം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടോ അല്ലെങ്കിൽ അതിനാവശ്യത്തക്കതായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയുക ഡീഗ്രഡേഷൻ പ്രോസസ്സ് നടത്തുക. ഓക്കെ, അപ്പൊ അതിനെയാണ് ബയോ ഓഗ്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ സിറ്റു ബയോ റെമഡിയേഷൻ 3 ടൈപ്പ് ഉണ്ട്: ബയോ വെൻഡിങ്, ബയോ സ്പാർജിങ് ആൻഡ് ബയോ ഓഗ്യുമെന്റേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇപ്പൊ റീസെന്റ് ന്യൂസിനകത്ത് ഓയിൽ സാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഓയിൽ സാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെറി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ബയോ റെമഡിയേഷൻ ടെക്നിക് ആയിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓയിൽ സാപ്പർ എന്ന് പറയുമ്പോൾ ഓയിൽ സ്പില്ലുകളെ തടയാൻ വേണ്ടിയിട്ട്, അത് ഓയിൽ കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത് ആ ഓയിലിനെ ഡീഗ്രേഡ് ചെയ്ത് ആ ഒരു വെള്ളം ക്ലിയർ ആക്കി കൊടുക്കും. ഓയിൽ സാപ്പർ. ഓക്കെ, അതിപ്പോ റീസെന്റ് ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയാണ് ഫോർ റിമൂവിങ് ഓയിൽ സ്പിൽസ് ഫ്രം വാട്ടർ. ഇനി എക്സ് സിറ്റു ബയോ റെമഡിയേഷനും ഉണ്ട്. എക്സ് സിറ്റു ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് വന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടി. അപ്പൊ അത് വാട്ടർ ബോഡീനെ സംബന്ധിച്ചിടത്തോളം അത്ര എഫക്റ്റീവ് അല്ല, സോയിലിനെ സംബന്ധിച്ചിടത്തോളം അത്ര എഫക്റ്റീവ് അല്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് ഇപ്പോ ഏക്കർ കണക്കിന് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ വാട്ടർ ബോഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രോസസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എക്സിറ്റ് ബയോ റെമഡിയേഷനിലുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ലാൻഡ് ഫാമിംഗ് ആണ്. ലാൻഡ് ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും മറ്റൊരു സർഫസിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടിട്ട് അത് പീരിയോഡിക്കലി എന്താ പറയാ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക, പീരിയോഡിക്കലി അത് ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ടിൽ ഇറ്റ് ഗെറ്റ് ക്ലീൻഡ്. അതാണ് ലാൻഡ് ഫാർമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലും സോയിലിനാണ് ഇത് ഉപയോഗിക്കുന്നത് വാട്ടറിനെക്കാട്ടിലും. ഓക്കെ, പിന്നെ ഉള്ളത് ബയോ റിയാക്ടർ ആണ്. ബയോ റിയാക്ടറും ഈ പറഞ്ഞ പോലെ വെള്ളം എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് റിയാക്ടറിലേക്ക് ഒഴിക്കുക. ഇത് എവിടെ ഉപയോഗിക്കാൻ പറ്റുക അറിയാമോ? ഈ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വേസ്റ്റ് വാട്ടർ ഒഴുകി വരില്ലേ, അപ്പൊ ഇത് നേരിട്ട് ഈ പറഞ്ഞ വെറ്റ്ലാൻഡിലേക്ക് ഇടുന്നതിന് പകരം ബയോ റിയാക്ടറിലേക്ക് കൊടുക്കുക. അപ്പൊ ബയോ റിയാക്ടറിൽ ഇത് വെള്ളം ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ബയോ റിയാക്ടർ ബോത്ത് സോയിലിനും വാട്ടറിനും അപ്ലിക്കബിൾ ആണ്. മൂന്നാമത്തെ മെത്തേഡാണ് കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗ് അതേപോലെ തന്നെ നാച്ചുറൽ പ്രോസസ് ആണ്. ഈ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ റീസൈക്കിൾ ചെയ്തിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന മെത്തേഡാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ബയോ റെമഡിയേഷന്റെ എക്സിറ്റു ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചിട്ട് കണ്ടാമിനൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. 2 ടൈപ്പ് ഉണ്ട്, ഇൻസിറ്റു ഉണ്ട്, എക്സിറ്റു ഉണ്ട്. ഇൻസിറ്റുവിനകത്ത് 3 ടൈപ്പ്: ബയോ വെൻഡിങ്, ബയോ സ്പാർജിങ്, ബയോ ഓഗ്യുമെന്റേഷൻ. എക്സിറ്റുവിനകത്ത് 3 ടൈപ്പ്: ലാൻഡ് ഫാമിംഗ്, ബയോ റിയാക്ടേഴ്സ് ആൻഡ് കമ്പോസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇനി ബയോ റെമഡിയേഷനിലുള്ള പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ളൂ, അതിനെ മാത്രമേ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കെമിക്കൽ ആയിട്ടുള്ള ഒരു വേസ്റ്റിനെയോ അങ്ങനെയൊന്നും നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ബയോ റെമഡിയേഷൻ ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഓവർനൈറ്റിലൊന്നും ഇത് ക്ലീൻ ആയി വരില്ല. അത് ആ ബാക്ടീരിയ ഉണ്ടായി വന്ന് ബാക്ടീരിയ പതുക്കെ അത് കൺസ്യൂം ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് വരാൻ
ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ലോങ്ങർ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഇത് രണ്ടും അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ അഡ്വാൻറ്റേജ് ആണെങ്കിലോ ഇത് ഒരുപാട് കണ്ടാമിനൻസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എക്കോ ഫ്രണ്ട്ലി ആണ്. എക്സ്പെൻസ് ഒട്ടും ഇല്ല, ലെസ് എക്സ്പെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതിന് തക്കതായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു വാട്ടർ പൊല്യൂഷൻ കൺട്രോളിങ് മെത്തേഡാണ് ഫൈറ്റോ റെമഡിയേഷൻ. ഇപ്പൊ നമ്മൾ ബയോ റെമഡിയേഷൻ എന്താ പറഞ്ഞത്? മൈക്രോ ഓർഗാനിസംസ് ആണ് കണ്ടാമിനൻസിനെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഫൈറ്റോ റെമഡിയേഷൻ, ഫൈറ്റോ എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ആണ് അല്ലെ. ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിനെ ഉപയോഗിച്ച് സോയിലിലെയും വെള്ളത്തിലെയും കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി തന്നെ നടക്കുന്ന കാര്യമാണ്. ഈ മാംഗ്രോവ്സും എസ്റ്ററീസിലും ഡെൽറ്റാസിലുള്ള വെജിറ്റേഷൻസ് ഒക്കെ നാച്ചുറലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടാമിനൻസിനെ ഒക്കെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ തന്നെ ചില പ്ലാന്റ്സ് ഉണ്ട്, യൂക്കാലിപ്റ്റസ് പോലെയുള്ള ചില പ്ലാന്റ്സ് വളരെയധികം ഈ കണ്ടാമിനൻസിനെ സക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ ഉപയോഗിച്ച് വെള്ളം ക്ലീൻ ആക്കുക അല്ലെങ്കിൽ സോയിൽ ക്ലീൻ ആക്കുന്ന മെത്തേഡാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുമല്ല, അപ്പോ ആ ഒരു മെത്തേഡും തീർന്നു. ഇനി നമുക്ക് നോക്കാം സീവേജ് വാട്ടർ. ഇപ്പൊ ഡൊമസ്റ്റിക് യൂസേജിൽ നിന്ന് വരുന്ന സീവേജ് വാട്ടറിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ കുറച്ച് മെത്തേഡ്സ് ഞാൻ പറയാം. ഒന്ന് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലം ഇല്ലേ, ആലം, അലൂമിനിയം സൾഫേറ്റ്, ആലം എന്ന് പറയും. അപ്പൊ ആലം നമ്മള് ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഡേർട്ട് ഇങ്ങനെ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ ഈ ആലം എടുത്ത് കളഞ്ഞാൽ മതി. അപ്പൊ വെള്ളം ക്ലീൻ ആയിട്ട് വരും. അത് ഒരു മെത്തേഡാണ് സീവേജ് വാട്ടർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെന്റേഷൻ ആണ്. സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ പതുക്കെ ഒഴുകി പോകുമ്പോൾ ഈ വെള്ളത്തിലുള്ള ഹെവിയർ ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ മണ്ണ് എല്ലാം അഴുക്കെല്ലാം ഇങ്ങനെ അടിഞ്ഞ് താഴത്തേക്ക് സെഡിമെന്റഡ് ആയിട്ട് ഇരിക്കും. എന്നിട്ട് മുകളിൽ കൂടെ വെള്ളം മാത്രം ഒഴുകി പോകും. അത് സ്പീഡ് കൂടുതലാണെങ്കിൽ, വെള്ളത്തിന്റെ സ്പീഡ് കൂടുകയാണ് ഒഴുകുന്നതെന്നുണ്ടെങ്കിൽ ഈ സിൽട്ട് എല്ലാം ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകും. പക്ഷെ വെള്ളത്തിന്റെ സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡെപ്പോസിറ്റഡ് ആയിട്ട് ഇരിക്കും. അതാണ് ഈ റിവേഴ്സിന്റെ ഒക്കെ പ്രശ്നം. റിവേഴ്സ് ഇപ്പൊ ഹിമാലയൻ റിവേഴ്സ് എടുക്കാം. ഏറ്റവും കൂടുതൽ മണ്ണും സിൽട്ടും കൊണ്ടുവരുന്നത് ഹിമാലയൻ റിവേഴ്സാണ്. അപ്പൊ ഹിമാലയയിൽ ഹൈ സ്പീഡിലാണ് ഇത് മൗണ്ടൈന്റെ താഴത്തേക്ക് ഒഴുകി വരുന്നത്, ക്യാരിങ് ഓൾ ദ സിൽട്ട്. പക്ഷെ ഇത് പ്ലെയിൻ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇതിന്റെ സ്പീഡ് കുറയും. സ്പീഡ് വളരെയധികം കുറയുമ്പോഴാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതേ മെത്തേഡ് അവര് ആർട്ടിഫിഷ്യലി യൂസ് ചെയ്യാണ് ഫോർ റിമൂവിങ് ദ എന്താ പറയുക കണ്ടാമിനൻസ് അല്ലെങ്കിൽ എഫ്ലുവൻസ്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ ഫിൽറ്ററിൽ ഉപയോഗിക്കുന്ന അതേ മെത്തഡോളജി. ആദ്യം കുറെ സാൻഡ് ഇടും, പിന്നെ കുറെ ഗ്രേവൽ ഇടും, എന്നിട്ട് അതിലൂടെ അതുപോലെ ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന ഒരു റോക്ക് അത് പൊടിച്ചിടും. അപ്പോൾ എന്നിട്ട് അതിലൂടെ വെള്ളം ഒഴുകി പോകുമ്പോൾ ഈ കണ്ടാമിനൻസ് എല്ലാം ഇതിൽ തങ്ങി നിൽക്കും. ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം ഒഴുകി പോകും. ഫിൽറ്റർ നമ്മൾ അക്വാഗാർഡ് പോലുള്ള ഫിൽറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി, അത് ഫിൽട്രേഷൻ. പിന്നെ ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ, വെള്ളത്തിൽ ക്ലോറിൻ ഇട്ട് കൊടുക്കില്ലേ, അത് ക്ലോറിനേഷൻ ചെയ്യുക, അതാണ് ഡിസിൻഫെക്ഷൻ. പിന്നെ pH കറക്ഷൻ. pH കറക്ഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ pH കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലൈം ഇട്ട് കൊടുക്കില്ലേ വെള്ളത്തിൽ, അതിന്റെ ഒരു അസിഡിക് കണ്ടന്റ് കുറയാൻ വേണ്ടിയിട്ട് ലൈം ഇട്ട് കൊടുക്കും. അപ്പൊ അതും ഒരു മെത്തേഡാണ്. ഇനി നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല്, നോർത്ത് ഈസ്റ്റ് റീജിയനിലൊക്കെ നോക്കി അവിടെ വെള്ളത്തിൽ അയേണിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അയേണിന്റെ കണ്ടന്റ് കൂടുതലാകുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് നല്ല ഓക്സിജൻ സപ്ലൈ കൊടുക്കും. അപ്പൊ ഓക്സിഡേഷൻ നടക്കുവാണ്. അപ്പൊ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഈ സോല്യൂബിൾ ആയിട്ടുള്ള ഈ അയൺ കണ്ടന്റ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഹൈഡ്രോക്സൈഡ് ഇത് അങ്ങനെ പഠിച്ചു വെക്കണ്ട, ഞാൻ എന്താന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പൊ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുമ്പോൾ അതിങ്ങനെ ഇൻസോല്യൂബിൾ ആയിട്ട് അത് വെള്ളത്തിൽ നിന്ന് വിട്ട് കിടക്കും. അതിനെ സൊല്യൂഷനിൽ നിന്ന് മാറി ഇങ്ങനെ കട്ടയായിട്ട് അത് വിട്ട് കിടക്കും. അപ്പൊ അതിങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ അയൺ റിമൂവലും ഓക്സിഡേഷൻ അത് ഒരു മെത്തേഡാണ്. ഓക്കെ, വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോ പിന്നെ പിന്നെ നമ്മുടെ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സീവേജിൽ നിന്നുള്ള വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോ ടോയ്ലറ്റ്സ്, പിന്നെ എക്കോ സാൻഡ് ടോയ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടോയ്ലറ്റ്സ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ ടോയ്ലറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഒന്നെങ്കിൽ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യൂഷ്വലി ചെയ്യുന്ന വാട്ടർ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ആദ്യം ലെജിസ്ലേഷൻസ് ഏതൊക്കെ നിലവിലുണ്ടെന്ന് പറഞ്ഞു. വാട്ടർ ആക്ട്, വാട്ടർ സെസ് ആക്ട്, പിന്നെ പ്ലാനുകൾ എന്തൊക്കെയുണ്ട്? നമുക്ക് നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാനുണ്ട്? CPCB ഉണ്ട്. അവര് വെള്ളം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതല്ലാതെ നമ്മൾ വെള്ളം ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, ബയോ റെമഡിയേഷൻ പറഞ്ഞു, അതിലെ ഡിഫറെന്റ് ടൈപ്സ്. ഫൈറ്റോ റെമഡിയേഷൻ, അതിലെ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു. ഫൈറ്റോ റെമഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ സീവേജ് വാട്ടർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ്സ്, കൊയാഗുലേഷൻ, സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, pH കറക്ഷൻ, പിന്നെ ഓക്സിഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതല്ലാതെ കൊണ്ടുവന്ന പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് നമ്മൾ ബയോ ടോയ്ലറ്റ്സ്, എക്കോസാൻ ടോയ്ലറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും ഒക്കെയാണ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ ടു ആൻ എക്സ്റ്റെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന കാര്യങ്ങൾ. ഇനി കറണ്ട് അഫയേഴ്സിനകത്ത് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഒന്ന്, വാട്ടർ കൺസർവേഷൻ എന്തുകൊണ്ടാണ് അർജന്റ് നീഡ് ആയത് എന്നുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഓഷ്യൻ ഓക്സിജനേഷൻ, ഡീഓക്സിജനേഷനെ കുറിച്ച് പഠിച്ചു. വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചു. പിന്നെ വാട്ടർ പൊല്യൂഷന്റെ ഇന്ത്യ പ്രാക്ടീസ് ചെയ്യുന്ന മേജർ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. 4 ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ച ഒരു ബിഗ് ക്വസ്റ്റ്യൻ, എയർ പൊല്യൂഷന്റെ കംപ്ലീറ്റ് ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ എല്ലാറ്റിന്റെ ആൻസർ, എയർ പൊല്യൂഷന്റെ ആൻസർ ഞാൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം. ഇതിന്റെ ആൻസേഴ്സ് ഞാനൊന്ന് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഇവരുടെ അടുത്തൊന്ന് ടൈപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടിയിപ്പിക്കാം. ഓക്കെ,